ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മളിവിടെ കഠോപനിഷത്തിൽ ആറാമത്തെ വല്ലി അല്ലെങ്കിൽ രണ്ടാം അധ്യായത്തിൽ മൂന്നാമത്തെ വല്ലി അതാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ നമ്മൾ ഈ മനുഷ്യ ശരീരത്തിൽ ഇരിക്കുന്ന സമയത്ത് ശരീരം വിട്ടുപോകുന്നതിന് മുമ്പായി അറിയാൻ ശ്രമിക്കൂ. അങ്ങനെ അറിയാൻ സാധിച്ചാൽ ജീവിതം ധന്യമായി. ഇല്ലെങ്കിൽ പല സർഗങ്ങളിൽ പല ലോകങ്ങളിൽ ശരീരപ്രാപ്തിക്കായി കൊണ്ടുതീരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ മനുഷ്യ ജന്മത്തിൽ തത്വജ്ഞാനത്തിന്, അറിവിന് ഉള്ള പ്രാധാന്യം, ഏറ്റവുമേറെ അറിയുന്നതിനുള്ള സാമർഥ്യം മനുഷ്യജന്മത്തിലാണുള്ളത്. ഈ വിഷയം എപ്രകാരമാണോ കണ്ണാടിയിൽ സുവ്യക്തമായി തന്റെ പ്രതിരൂപത്തെ കാണുന്നത്, അതുപോലെ മനുഷ്യനിൽ ജ്ഞാനസാമർഥ്യമുണ്ട്. എന്നാൽ സ്വപ്നത്തിൽ എങ്ങനെയാണോ അസ്ഥിരമായി കാണുന്നത്, അതുപോലെയേ ഉള്ളൂ പിതൃലോകത്തിൽ. ജലോപരിതലത്തിൽ അവ്യക്തമായി എങ്ങനെ തന്റെ പ്രതിരൂപത്തെ കാണുന്നുവോ, അതുപോലെ തന്നെ ബാഹ്യങ്ങളായ എന്തെങ്കിലും ചില സ്പന്ദനങ്ങൾ വരുമ്പോഴത്തേക്ക് തീർത്തും ചഞ്ചലഭാവത്തിൽ തന്റെ പ്രതിരൂപം കാണുമോ, അതുപോലെയാണ് ദേവലോകത്തിൽ, ഗന്ധർവലോകത്തിൽ. വെയിലും നിഴലും പോലെ വിവിക്തമാണ് ബ്രഹ്മലോകത്തിൽ. പക്ഷെ അതേ സമയത്ത് മനുഷ്യലോകത്തിലാണ് ഏറ്റവും സുവ്യക്തമായി ജ്ഞാനസാമർഥ്യമുള്ളത്. അതുകൊണ്ട് ഈ മനുഷ്യജന്മത്തിൽ തത്വജ്ഞാനത്തിലേക്ക് ഉയർന്നാലും എന്ന് ആഹ്വാനം ചെയ്തു. അതുവരെയാണ് നമ്മൾ ശ്രദ്ധിച്ചത്. തുടർന്ന് എങ്ങനെയാണ് അറിയേണ്ടത്, അറിയാനുള്ള മാർഗമെന്ത് പറഞ്ഞതാണ് പല പ്രാവശ്യം. എങ്കിലും വീണ്ടും വീണ്ടും പല ഭാഷകളെ, പല രീതികളെ അവലംബിച്ചുകൊണ്ട് പറഞ്ഞതിനെ തന്നെ പറയുന്നു. എങ്ങനെ നോക്കൂ. ഇന്ദ്രിയാണാം പൃഥക് ഭാവം ഉദയാസ്തമയൗ ച യത് പൃഥഗുത്പദ്യമാനാനാം മത്വാ ധീരോ ന ശോചതി. ഇന്ദ്രിയാണാം പൃഥക് ഭാവം ഉദയാസ്തമയൗ ച യത് പൃഥഗുത്പദ്യമാനാനാം മത്വാ ധീരോ ന ശോചതി. ഇന്ദ്രിയാണാം പൃഥക് ഭാവം, ഇന്ദ്രിയങ്ങളുടെ വേറിട്ട ഭാവം. പിന്നീട് വിശദമായി ചിന്തിക്കാം. ആദ്യം സാമാന്യാർത്ഥം മാത്രം പറയുന്നു. ഇന്ദ്രിയങ്ങളുടെ വേറിട്ട ഭാവത്തെ. പിന്നെയോ ഉദയാസ്തമയൗച, ഉദയാസ്തമയങ്ങളും
ആരുടെ ഉദയാസ്തമയങ്ങൾ? ഇന്ദ്രിയാണാം. എങ്ങനെയുള്ള ഇന്ദ്രിയാണാം? പൃഥക് ഉത്പദ്യമാനാനാം, പൃഥക് പൃഥക് ഉത്പദ്യമാനാനാം ഇന്ദ്രിയാണാം പൃഥക് ഭാവം ഉദയാസ്തമയൗ ച മത്വാ ധീരഃ ന ശോചതി. ധീരൻ മത്വ അറിഞ്ഞിട്ട് സാക്ഷാത്കരിച്ചിട്ട് പിന്നെ ദുഃഖിക്കുന്നില്ല. ന ശോചതി, ദുഃഖിക്കുന്നില്ല. അറിഞ്ഞാൽ ദുഃഖമില്ല. അറിവാണ് ദുഃഖനിവൃത്തിയെ നൽകുന്നത്. എന്തിനെ, എങ്ങനെ അറിഞ്ഞാൽ? പറയുന്നു ഇന്ദ്രിയാണാം പൃഥക് ഭാവം, ഇന്ദ്രിയങ്ങളുടെ പൃഥക് ഭാവം, വേറിട്ട ഭാവം. ഇപ്പൊ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും. 5 ജ്ഞാനേന്ദ്രിയങ്ങള്, 5 കർമ്മേന്ദ്രിയങ്ങൾ. ഈ ഇന്ദ്രിയങ്ങളുടെ പൃഥക് ഭാവം, ഒരർത്ഥം ഓരോ ഇന്ദ്രിയവും തന്നെ തീർത്തും ഭിന്നമാണ്. ഓരോ ഇന്ദ്രിയവും തന്നെ തീർത്തും ഭിന്നമാണ്. ശ്രോത്രേന്ദ്രിയത്തിൽ നിന്ന് ഭിന്നമാണ് നേത്രേന്ദ്രിയം, തീർത്തും ഭിന്നമാണ് രസനേന്ദ്രിയം, തീർത്തും ഭിന്നമാണ് ഘ്രാണേന്ദ്രിയം. ഇങ്ങനെ ഓരോ ഇന്ദ്രിയവും തന്നെ തീർത്തും ഭിന്നങ്ങളാണ്. അപ്പൊ ഇവയുടെ ഭിന്നഭാവത്തെ, ഓരോ ഇന്ദ്രിയവും പരസ്പരം വേർപെട്ടിരിക്കുന്നു എന്നുള്ള ഭാവത്തെയും, 2 ഈ ഇന്ദ്രിയങ്ങൾ തന്നിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു എന്ന ഭാവത്തെയും, ഇന്ദ്രിയങ്ങൾ ഞാനല്ല എന്റേതാണ്, ഇന്ദ്രിയങ്ങൾ ഞാനല്ല എന്റേതാണ് എന്ന പൃഥക് ഭാവം. ഇതിനെ അറിഞ്ഞാൽ, നോക്കൂ, അല്പം കൂടി വിസ്തരിച്ചു പറയാം. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്, ഈ വക ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ അറിയുന്നു. ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധങ്ങളെ അറിയുന്നു. അപ്പൊ അവ തീർത്തും വിലക്ഷണങ്ങളാണ്. ഒന്നിൽ നിന്ന് വിലക്ഷണമാണ് മറ്റൊന്ന്, അതിൽ നിന്ന് വിലക്ഷണമാണ് മറ്റൊന്ന്. പക്ഷേ ഇവയുടെ ആ അറിയുക എന്ന് പറഞ്ഞ പ്രക്രിയ, ഇവയിലൂടെ അറിയുക എന്ന് പറഞ്ഞ പ്രക്രിയ ഒന്നായി ചേരുന്നു. കണ്ട ഞാൻ കേട്ടു, കേട്ട ഞാൻ രുചിച്ചു, രുചിച്ച ഞാൻ മണത്തു, മണത്ത ഞാൻ സ്പർശിച്ചു. ഈ 5 ജ്ഞാനങ്ങളും ഒന്നിച്ചു ചേർന്ന് ഒന്നിനെ സംബന്ധിച്ച് തന്നെ എനിക്ക് അനുഭവത്തിൽ വരുന്നുണ്ട്. ഒരാളെ കണ്ടു, കാണുന്ന മാത്രയിൽ തന്നെ അയാളുടെ ശബ്ദം കേട്ടു, കേട്ട മാത്രയിൽ തന്നെ അയാളുടെ ഗന്ധമറിഞ്ഞു. അങ്ങനെ അപ്പൊ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ വ്യത്യസ്ത ഇന്ദ്രിയങ്ങൾ അറിയുകയും അവയിൽ നിന്ന് തീർത്തും വിലക്ഷണനായ ഞാൻ അവയെ മുഴുവൻ വിഷയീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവയെ വിഷയീകരിക്കുന്ന എന്നിൽ നിന്ന് അവയ്ക്കുള്ള പൃഥക് ഭാവം, തീർത്തും വേറിട്ട് നിൽക്കുന്നു എന്ന ഭാവം. 2 ഇവ തമ്മിലുള്ള പൃഥക് ഭാവം, ഓരോ ഇന്ദ്രിയവും തമ്മിലുള്ള പൃഥക് ഭാവം. പിന്നെ ഉദയാസ്തമയൗച്ച, ഉദയാസ്തമയങ്ങൾ, ഇന്ദ്രിയങ്ങളുടെ ഉദയാസ്തമയങ്ങൾ എന്ന് പറയുമ്പോൾ 2 അർത്ഥം. ഒന്ന്, ജാഗ്രത്, സ്വപ്നം തുടങ്ങിയ അവസ്ഥകളുടെ അപേക്ഷയിലുള്ള ഉദയാസ്തമയങ്ങൾ. അപ്പൊ ജാഗ്രത്തിൽ ഇന്ദ്രിയങ്ങൾ ഉദിക്കുന്നു, അതെ. സ്വപ്നത്തിൽ ഇന്ദ്രിയങ്ങൾ അസ്തമിക്കുന്നു, വീണ്ടും ജാഗ്രത്തിൽ ഉദിക്കുന്നു, വീണ്ടും അസ്തമിക്കുന്നു. ഇങ്ങനെ ജാഗ്രത സ്വപ്നങ്ങളാകുന്ന മാറി വരുന്ന അവസ്ഥകളുടെ അപേക്ഷയിൽ ഇന്ദ്രിയങ്ങൾക്കുണ്ടാകുന്ന ഉദയാസ്തമയങ്ങൾ. എവിടെ നിന്നാണിവ ഉദിക്കുന്നത്, എവിടേക്കാണിവ അസ്തമിക്കുന്നത്? ചിന്തിക്കുക. ഇതിനെയും
പൃഥക് ഉത്പദ്യമാനാനാം ഇന്ദ്രിയാണ, വേറെ വേറെ ഉത്പന്നങ്ങളാകുന്ന ഇന്ദ്രിയങ്ങളുടെ, ലളിതമാണ്, പ്രത്യേകിച്ച് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. വേറെ വേറെ ഉത്പന്നങ്ങളാകുന്ന ഇന്ദ്രിയങ്ങളുടെ തന്നിൽ നിന്നുള്ള പൃഥക് ഭാവത്തെയും അവയുടെ ഉദയാസ്തമയങ്ങളെയും അറിഞ്ഞാൽ ധീരൻ പിന്നെ ദുഃഖിക്കുന്നില്ല. താൽപര്യം തീർത്തും വിലക്ഷണങ്ങളായ ഇന്ദ്രിയങ്ങൾ കാണുക, കേൾക്കുക, രുചിക്കുക, വാസനിക്കുക, സ്പർശിക്കുക എന്ന തീർത്തും വിലക്ഷണങ്ങളായ വ്യവഹാരങ്ങളെ ചെയ്യുന്നു. പക്ഷെ ചെയ്യുന്നവ ഏകീകൃതമാണ്. അവ ഭിന്നങ്ങളാണെങ്കിലും അവ ഏകീകൃതങ്ങളാണ്. ഏതിൽ? എന്നിൽ. ആ എന്നിൽ നിന്ന് വേറിട്ട ഭാവം അവയ്ക്കുണ്ട്. നോക്കൂ, അനേകം ഘടകങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവയിൽ നിന്ന് ഭിന്നനായ ഒരാൾക്ക് വേണ്ടിയായിരിക്കും പ്രവർത്തിക്കുന്നത്, അത് ഉറപ്പാണ്. അപ്പൊ ഭിന്നങ്ങളായ ഈ ഇന്ദ്രിയങ്ങൾ, കണ്ണ്, ചെവി, മൂക്ക് തുടങ്ങിയ ഇന്ദ്രിയങ്ങൾ, അവയിൽ നിന്ന് തീർത്തും വിലക്ഷണനായ തനിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഇതിലൂടെ കേവലം ഇന്ദ്രിയങ്ങളെ മാത്രമല്ല അർത്ഥമാക്കുന്നത്, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി തുടങ്ങിയ സകല ഉപാധികളിൽ നിന്നും തനിക്കുള്ള ഭിന്നതയെ അറിയുക. ഇവയെല്ലാം ഉദിച്ചസ്തമിക്കുന്നവയാണ്. എന്നാൽ താൻ ഉദിക്കുന്നതോ അസ്തമിക്കുന്നതോ അല്ല. അതുകൊണ്ടാണ് പൃഥക്ഭാവം. താൻ ഉദിക്കുന്നതുമല്ല അസ്തമിക്കുന്നതുമല്ല. ഇവയെല്ലാം ഉദിക്കുന്നതുമാണ് അസ്തമിക്കുന്നതുമാണ്. ഓരോ അവസ്ഥയ്ക്കനുസരിച്ച് മാറുന്നതാണ്. താൻ അവസ്ഥയ്ക്കനുസരിച്ച് മാറാത്തതാണ്. ഈ വേർതിരിവ്, ഉപാധികളിൽ നിന്ന് തനിക്കുള്ള തീർത്തും ഭിന്നമായ സ്ഥിതി ഏതൊരു ധീരനാണോ സാക്ഷാത്കരിക്കുന്നത്, അപ്പോ അവയുടെ ഉദയാസ്തമയങ്ങൾക്കനുസരിച്ച് സുഖദുഃഖങ്ങൾ ഇവിടെ ബാധിക്കുന്നില്ല. അവയുടെ ഗുണദോഷങ്ങൾക്കനുസരിച്ച് ഇവിടെ സുഖദുഃഖങ്ങൾ ബാധിക്കുന്നില്ല. സർവ്വദ്വന്ദ്വങ്ങളും ഇവയുടെ സൃഷ്ടിയാണെന്നറിയുന്നു. ആ വിജ്ഞാനി, ആ വിദ്വാൻ ഒരു ബാഹ്യ സംവേദനത്താലും ദുഃഖിക്കുന്നില്ല. ആത്യന്തികമായ ദുഃഖനിവൃത്തിയിൽ അവനിരിക്കുന്നു. ഇതാണ് അറിയുന്നതിനുള്ള ഒരു ദ്വാരം പറയുന്നത്. ഇപ്പൊ എങ്ങനെ അറിയുക എന്ന് നേരത്തെ ചോദിച്ചപ്പോഴാ പറഞ്ഞത്, ഇന്ദ്രിയങ്ങളുടെ തദ്വാര സകല കരണങ്ങളുടെയും തന്നിൽ നിന്നുള്ള ഭിന്നതയെയും അവ തനിക്കായി പ്രവർത്തിക്കുന്നു എന്ന വസ്തുതയെയും തിരിച്ചറിയുക. പോരാ, അതുകൊണ്ട് മാത്രം കാര്യമില്ല. അവയുടെ ഉദയാസ്തമയങ്ങളെക്കുറിച്ച് അറിയുക. ജാഗ്രസ്വപ്നങ്ങളാകുന്ന അവസ്ഥകൾക്കനുസൃതമായിട്ട് ഇന്ദ്രിയങ്ങളുടെ ഉദയാസ്തമയങ്ങൾ, എന്തിൽ നിന്ന് ഉദിക്കുന്നു, എന്തിലേക്ക് അസ്തമിക്കുന്നു. കേവലമായ ബോധസ്വരൂപത്തിൽ നിന്ന് ഉദിച്ച് ബോധസ്വരൂപത്തിലേക്ക് അസ്തമിക്കുന്നു. തന്നിൽ നിന്ന് തീർത്തും ഭിന്നമാണവ. ഈ കരണങ്ങളിൽ നിന്ന് തന്റെ ഭിന്നതയെ ഏതൊരു മനുഷ്യൻ സാക്ഷാത്കരിക്കുന്നുവോ അവൻ അവയുടെ ഈ ഉദയാസ്തമയങ്ങളാൽ ഉണ്ടാവുന്ന ദ്വന്ദ്വങ്ങളാൽ ബാധിക്കപ്പെടുന്നില്ല. അവയിൽ തീർത്തും വിലക്ഷണനായി തന്നെ മനസ്സിലാക്കുന്നു. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു ഏകദേശം. നമ്മളിത് തുടർച്ചയായിട്ട് അനേക മന്ത്രങ്ങളിലൂടെ സമാനങ്ങളായ ആശയങ്ങളെ പലവരും പറയുന്നത് കൊണ്ട് സാമാന്യം അർത്ഥബോധത്തിൽ തന്നെ ഒരാശയം ഗ്രഹിക്കാൻ പറ്റും. വീണ്ടും ഈ സൂക്ഷ്മമായ ഇന്ദ്രിയങ്ങളിൽ നിന്നെല്ലാം പൃഥക്കായിരിക്കുന്ന വേർവിട്ടിട്ടുള്ള തന്റെ സ്വരൂപത്തെ നിർദ്ധാരണം ചെയ്യുന്നതിന് നേരത്തെ പറഞ്ഞതിനെ ഒന്നുകൂടി ആവർത്തിക്കുന്നു. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഒരു ചെറിയൊരു വാക്ക് മാത്രമേ മാറ്റുന്നുള്ളൂ, ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എങ്ങനെ നോക്കൂ, ഇന്ദ്രിയേഭ്യ പരം മനോ മനസ സത്വമുത്തമം സത്വാദധിമഹാനാത്മാ മഹതോ വ്യക്തമുത്തമം.
അവ്യക്താത്തു പരഃ പുരുഷോ വ്യാപകോ ലിംഗ ഏവ ച യം ജ്ഞാത്വാ മുച്യത്തെ ജന്തുഃ അമൃതത്വം ച ഗച്ഛതി. ഇന്ദ്രിയേഭ്യഃ പരം മനോ മനസഃ സത്വമുത്തമം സത്വാദധിമഹാനാത്മാ മഹതോ വ്യക്തമുത്തമം. അവ്യക്താത്തു പരഃ പുരുഷോ വ്യാപകോ ലിംഗ ഏവ ച യം ജ്ഞാത്വാ മുച്യത്തെ ജന്തുഃ അമൃതത്വം ച ഗച്ഛതി. രണ്ട് മന്ത്രങ്ങൾ. ഇന്ദ്രിയേഭ്യ പരം മനഃ. ഇന്ദ്രിയേഭ്യ പരം മനഃ. ഇന്ദ്രിയങ്ങൾ സൂക്ഷ്മങ്ങളാണ്. ഏതിനെ അപേക്ഷിച്ച്? സ്ഥൂല ശരീരാപേക്ഷയിൽ. ഇന്ദ്രിയങ്ങളെക്കാൾ സൂക്ഷ്മങ്ങളാണ് വിഷയങ്ങൾ, സൂക്ഷ്മഭൂതങ്ങളെന്ന് നേരത്തെ പറഞ്ഞു. അതിനേക്കാൾ സൂക്ഷ്മമാണ് മനസ്സെന്ന് പറഞ്ഞു. ഇവിടെ നേരിട്ട് പറയുന്നു മനസ്സ്. ഇന്ദ്രിയങ്ങളെക്കാൾ സൂക്ഷ്മമാണ് മനസ്സ്. എളുപ്പം മനസ്സിലാക്കാം, ഒരു വിഷമവും ഇല്ല. ഇന്ദ്രിയങ്ങൾ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങളെ അറിയുന്ന ഇന്ദ്രിയങ്ങൾ സൂക്ഷ്മങ്ങളാണ് സ്ഥൂല ശരീരത്തെ അപേക്ഷിച്ച്. എന്നാൽ അതിനേക്കാൾ സൂക്ഷ്മമാണ് മനസ്സ്. എളുപ്പം മനസ്സിലാക്കാം, ഒരു പ്രയാസവും ഇല്ല. മനസ്സഹ സത്വമുത്തമം. മനസ്സിനേക്കാൾ ഉത്തമമാണ്, സൂക്ഷ്മമാണ് സത്വം ബുദ്ധി. സത്വം ബുദ്ധി. ബുദ്ധി മനസ്സിനേക്കാൾ സൂക്ഷ്മമാണ്, ഉത്തമമാണ്. സത്വാദധി മഹാനാത്മാ. സത്വത്തിനും ഉപരിയാണ് മഹാനാത്മാ. നേരത്തെ ഹിരണ്യഗർഭൻ എന്ന് പറഞ്ഞു. സമഷ്ടി സൂക്ഷ്മം, സമഷ്ടി സൂക്ഷ്മബുദ്ധി. നേരത്തെ വളരെ വിസ്തരിച്ചതായതുകൊണ്ട് ഇവിടെ വീണ്ടും വിസ്തരിക്കേണ്ട ആവശ്യമില്ല. സമഷ്ടി സൂക്ഷ്മബുദ്ധി ഹിരണ്യഗർഭൻ. മഹതഃ അവ്യക്തമുത്തമം. മഹത്തിനേക്കാൾ പരമാണ് അവ്യക്തം, വ്യക്തമല്ലാത്തത്. ഇന്ദ്രിയങ്ങളെ കൊണ്ട്, മനസ്സിനെ കൊണ്ട്, ബുദ്ധിയെ കൊണ്ടൊന്നും അറിയാൻ കഴിയാത്തത് എന്തോ അത് അവ്യക്തം. കാരണബ്രഹ്മം എന്ന് പറയാം. എപ്രകാരമാണോ വളരെ വിപുലമായ വൃക്ഷമായി തീരുന്ന അങ്കുരം വിത്തിൽ നിന്ന് ആവിർഭവിച്ചത്, അതേപോലെ കാരണബ്രഹ്മത്തിൽ നിന്ന് ഹിരണ്യഗർഭം, ഹിരണ്യഗർഭത്തിൽ നിന്ന് കാര്യപ്രപഞ്ചം. അപ്പോൾ ഈ ഹിരണ്യഗർഭനേക്കാൾ സമഷ്ടി സൂക്ഷ്മബുദ്ധിയേക്കാൾ സൂക്ഷ്മമാണ് കാരണബ്രഹ്മം. മായോപാധികനായ ബ്രഹ്മമെന്ന് പറയാം. സൃഷ്ടിവിഷയകമായ സങ്കല്പത്തോടുകൂടിയ ബ്രഹ്മമെന്ന് പറയാം. എന്ത് പേര് പറഞ്ഞാലും ഒന്നുമില്ല. ഞാൻ പലതായിത്തീരാം എന്ന സങ്കല്പത്തോടുകൂടിയ, അഥവാ തന്നെ അനന്യശക്തിയെ സ്വയം പ്രകടമാക്കി സകല സൃഷ്ടിയെയും ചെയ്യാൻ സങ്കല്പത്തോടുകൂടിയ എന്ന് ഒന്നും കൂടി വിസ്തരിച്ചു പറയാം. അങ്ങനെയുള്ള കാരണബ്രഹ്മം ഹിരണ്യഗർഭനേക്കാൾ സൂക്ഷ്മമാണ്, മഹത്താണ്. അവ്യക്താത്തു പരഃ പുരുഷഃ. അവ്യക്തത്തെക്കാൾ പരനാണ് പൂർണ്ണൻ. യാതൊന്നിനാൽ എല്ലാം പൂർണ്ണമാണോ, യാതൊന്നിനാൽ എല്ലാം പൂർണ്ണമാണോ ആ പൂർണ്ണൻ പുരുഷൻ പരമാത്മാ അവ്യക്തത്തിനുമുപരിയാണ്. ശ്രദ്ധിക്കുക, ചില സന്ദർഭങ്ങളിൽ അവ്യക്ത ശബ്ദം പരമാത്മാ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നുണ്ട്. അവ്യക്തോക്ഷര ഇത്യുക്ത എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്ന സമയത്ത് അവിടെ അവ്യക്ത ശബ്ദത്തിന് പരമാത്മാ എന്ന് തന്നെ അർത്ഥം എടുക്കണം. ഓരോ സന്ദർഭത്തിനനുസരിച്ച് അർത്ഥം മനസ്സിലാക്കണം.
എന്നിട്ട് പറയാണ്, നേരത്തെ പറഞ്ഞു സാ കാഷ്ഠാ സാ പരാഗതി, ഇതിനപ്പുറത്തേക്ക് ഇനി താരതമ്യം ഇല്ല എന്ന് നേരത്തെ പറഞ്ഞു. പുരുഷനപ്പുറത്തേക്ക് താരതമ്യം ഇല്ല, പരമാത്മാവിന് അപ്പുറത്ത് എന്താന്ന് ചോദ്യമില്ല, അപ്പുറവും ഇപ്പുറവും ഇല്ല. അതുകൊണ്ട് പറയുന്നു വ്യാപകഃ അലിംഗഃ ഏവച, വ്യാപകനാണ് അലിംഗനാണ്. വ്യാപകൻ സർവവ്യാപക ധർമ്മത്തോടൊത്തവൻ, സർവവ്യാപി, ഇവിടെയെന്നോ അവിടെയെന്നോ ഭേദമില്ലാതെ സർവത്ര ഏകരസമായി വ്യാപിച്ചു നിലകൊള്ളുന്ന സത്യം വ്യാപകഃ. അലിംഗഃ ലിംഗരഹിതൻ. ലിംഗമെന്നാൽ ലക്ഷണമാണ്, ബാഹ്യലക്ഷണത്തിനാണ് നമ്മൾ ലിംഗം എന്ന് പറയുക. ബാഹ്യലക്ഷണമാണ് ലിംഗം. അപ്പൊ ലിംഗമില്ലാത്തത് എന്ന് വെച്ചാൽ ബാഹ്യലക്ഷണം ഇല്ലാത്തത്. എന്താ ബാഹ്യലക്ഷണങ്ങള്? വെളുത്തിട്ട്, കറുത്തിട്ട്, അല്ലെങ്കിൽ തടിച്ചിട്ട്, മെലിഞ്ഞിട്ട്, ഇങ്ങനെയൊക്കെ പല ലക്ഷണങ്ങളും നമ്മൾ പറയും. ഇരിക്കുന്നത്, നടക്കുന്നത്, കിടക്കുന്നത്. ഈ വക യാതൊരു ലക്ഷണവുമില്ലാത്തത് എന്തോ അത് അലിംഗഃ. ഇന്നതാണെന്ന് ലക്ഷണങ്ങളിലൂടെ പറയാൻ പറ്റാത്തത്, അവ്യപദേശം, അഗ്രാഹ്യം എന്നൊക്കെ ആവർത്തിച്ചാവർത്തിച്ച് പറയും. വാക്കും മനസ്സും സമ്പൂർണമായി എവിടെ നിന്ന് പിന്തിരിയുന്നുവോ അതുകൊണ്ട് ശ്രുതി തന്നെ അവ്യപദേശം, ഇന്നതാണെന്ന് വ്യപദേശിക്കാൻ പറയാൻ കഴിയാത്തത് എന്ന് പറയും. അലിംഗഃ. എന്നിട്ട് പറയാണ് യം ജ്ഞാത്വാ, യാതൊന്നിനെ അറിഞ്ഞാൽ. എങ്ങനെ അറിയുന്നവൻ, അറിയപ്പെടുന്നത്, അറിവ് എന്ന ത്രിപുടിക്കപ്പുറത്ത് സംശയ വിപര്യങ്ങൾക്കുപരി സാക്ഷാത്കരിച്ചാൽ ജന്തുഹു മുച്യതേ, ജന്തു മുക്തനാവുന്നു. ജന്തു എന്ന് പറഞ്ഞാൽ ജനനശീല, ജനിച്ച എന്തോ അത് ജന്തു. നമ്മളൊക്കെ ജന്തുക്കള്. ജനനശീലോ യഹ് സ ജന്തു. ആർക്കാണോ ജനനം എന്ന ശീലമുള്ളത്, ആരാണോ ജനിച്ചിരിക്കുന്നത്, അവൻ ജന്തു. അപ്പൊ ജന്തു മുക്തനാവുന്നു. അമൃതത്വം ച ഗച്ഛതി. മാത്രവുമല്ല, ഈ മുക്തനാവുന്നു എന്നത് ആപേക്ഷികമായ മുക്തിയല്ല. ഇപ്പൊ ജന്തു മുക്തനാവുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കയറിൽ കെട്ടിയിട്ട് ഒരാളെ അഴിച്ചുവിട്ടാൽ ചിലപ്പോൾ മുക്തനായി എന്ന് പറയും. ശേഖമുക്തി കൈവന്നിട്ടില്ല. വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ വിശപ്പിൽ നിന്ന് മുക്തി കൈവന്നു എന്ന് പറയാറുണ്ട്. വളരെ ദുഃഖിതനായിരുന്ന ഒരാള് ദുഃഖത്തിൽ നിന്ന് മുക്തി കൈവരിക്കുമ്പോൾ അയാൾ മുക്തനായി എന്ന് പറയാറുണ്ട്. ഇങ്ങനെ ആപേക്ഷികമായി പല സന്ദർഭങ്ങളിലും നമ്മൾ ലോകവ്യവഹാരത്തിൽ മുക്തനായി എന്ന് പറയാറുണ്ട്. ഒരാൾക്ക് എന്തെങ്കിലും ഉദ്വേഗമോ ആകാംക്ഷയോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് മുക്തനായി എന്ന് പറയാറുണ്ട്. ദുഃഖങ്ങളിൽ നിന്ന് മുക്തനായി എന്ന് പറയാറുണ്ട്. അപ്പൊ മുക്തനായി എന്നുള്ള ഒരു ആപേക്ഷിക ശബ്ദമാണ്. അത്തരം ആപേക്ഷിക അർത്ഥമാണോ ഇവിടെ? അല്ലേ, അല്ല. പരമമായ മോക്ഷമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് പറയുന്നു അമൃതത്വം ച ഗച്ഛതി, അമൃതത്വത്തെ പ്രാപിക്കുന്നു. ഇവിടെ പ്രാപിക്കുന്നു എന്നുള്ളത് പോയി പ്രാപിക്കലല്ല, എവിടെയെങ്കിലും ദേശാന്തരത്തിലോ കാലാന്തരത്തിലോ പോയി പ്രാപിക്കലല്ല, മറിച്ച് അവഗതിരേവ ഗതിഹി. ഭാഷ്യകാരൻ പറയും അവഗതിഹി ഏവ ഗതിഹി, അറിവ് തന്നെയാണ് ഗതി. ഇവിടെ ഗതി എന്ന് പറഞ്ഞാൽ തന്നിൽ നിന്ന് ഭിന്നമായ എവിടെയോ എത്തിച്ചേരലല്ല, അവഗതിയാണ് ഗതി, അറിവ് തന്നെയാണ് ഗതി. തദ് ഭിന്നമായിട്ടൊരു ഗതിയില്ല. ഇതാണ് ഈ സൂക്ഷ്മ താരതമ്യത്തിലൂടെ നമുക്ക് എത്തിച്ചേരാനുള്ള പരമാവധി. അപ്പൊ നോക്കൂ, ഇന്ദ്രിയേഭ്യ പരം മനോ മനസ സത്വമുത്തമം. ഇന്ദ്രിയങ്ങളെക്കാൾ പരമാണ്, സൂക്ഷ്മമാണ് മനസ്സ്. മനസഹ സത്വമുത്തമം, മനസ്സിനേക്കാൾ ഉത്തമമാണ്, സൂക്ഷ്മമാണ് ബുദ്ധി. സത്വാദധി മഹാനാത്മാ, സത്വത്തെക്കാൾ ഉപരിയാണ് മഹാനാത്മാ
ഹിരണ്യഗർഭൻ സമഷ്ടി സൂക്ഷ്മഭാവം. അതിനേക്കാൾ പരമാണ്, സൂക്ഷ്മമാണ് കാരണബ്രഹ്മം, മഹത്ത്, അവ്യക്തം. മഹത്തിനേക്കാൾ അവ്യക്തം. അവ്യക്താത് പരഹ പുരുഷ. അവ്യക്തത്തെക്കാൾ പരനാണ്, പ്രകൃഷ്ടനാണ്, സൂക്ഷ്മനാണ് പൂർണ്ണൻ. എന്താ പുരുഷന്റെ ലക്ഷണം പറയുന്നത്? വ്യാപകനും അലിംഗനും, സർവവ്യാപിയായിരിക്കുന്ന. തദന്തരസ്യ സർവസ്യ തത് സർവസ്യാസ്യ ബാഹ്യതഃ എന്ന് നാം നേരത്തെ ഈശാവാസ്യോപനിഷത്ത് വിചാരത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെല്ലാത്തിൻ്റെയും അകത്തുമാണ്, എല്ലാത്തിൻ്റെയും പുറത്തുമാണ്. അകം പുറം ഭേദമില്ലാതെ വർത്തിക്കുന്ന സർവവ്യാപി, വ്യാപകഃ. അലിംഗഃ, ബാഹ്യങ്ങളായ യാതൊരു ലക്ഷണങ്ങളും തന്നെ ഇല്ലാത്തതാകുന്നു. ഇത്രയും ആത്മസ്വരൂപത്തെ അനുസന്ധാനം ചെയ്യാനുള്ള മാർഗമാണ് പറഞ്ഞു തരുന്നത്. നോക്കൂ, ഇവിടെ തന്റെ തന്നെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന പ്രക്രിയയായത്. കാരണം ഇന്ദ്രിയങ്ങൾ സൂക്ഷ്മങ്ങൾ എന്ന് പറയുമ്പോൾ സ്ഥൂല ശരീര അപേക്ഷയിലാണ് ഇന്ദ്രിയങ്ങൾ സൂക്ഷ്മങ്ങളായിരിക്കുന്നത്. അതിന്റെ അപേക്ഷയിലാണ് മനസ്സ് സൂക്ഷ്മമായിരിക്കുന്നത്. അപ്പൊ കുറച്ചും കൂടി സൂക്ഷ്മമായി ഉള്ളിലേക്കാണ് പോണത്, പുറത്തേക്കല്ല. ഇന്ദ്രിയത്തിൽ നിന്ന് മനസ്സിലേക്കുള്ള പോക്ക് പുറത്തേക്കല്ല, അകത്തോട്ടാ. മനസ്സിൽ നിന്ന് ബുദ്ധിയിലേക്കുള്ള പോക്ക് ഇനിയും അകത്തോട്ടാ. ഇങ്ങനെ അനുക്രമമായി ഉള്ളിലേക്കെത്തി അതിസൂക്ഷ്മ ബുദ്ധിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ മനന പ്രക്രിയ വീണ്ടും സൂക്ഷ്മമാകുന്നു. ഇനി പറയുന്ന അത്ര എളുപ്പമല്ല. കാരണം സമഷ്ടി സൂക്ഷ്മം എന്ന് പറയുമ്പോൾ ഉള്ളിലേക്ക് പോവുക എന്നല്ല അവിടെ അർത്ഥം. ഉള്ളിലേക്കെന്നോ പുറത്തേക്കെന്നോ അവിടെ പറയാൻ പറ്റില്ല. അവിടെ ഉള്ളിലേക്കെന്നോ പുറത്തേക്കെന്നോ പറയാൻ പറ്റില്ല. നമുക്ക് ഒരു വൃക്ഷത്തിൽ നിന്ന് അതിന്റെ മൂല കാരണമായിരിക്കുന്ന അങ്കുരത്തിലേക്ക് നമ്മൾ അന്വേഷിച്ചു പോകുന്നു. ആ അങ്കുരത്തിൽ നിന്ന് വീണ്ടും സൂക്ഷ്മഭാവത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ വിത്തിലെ പ്രരോഹശക്തിയെ കണ്ടെത്തുന്നു. മുളയ്ക്കാനുള്ള ശക്തി വിശേഷം വിത്തിലുണ്ട്. അതിൽ നിന്നാകുന്നു അങ്കുരം ഉത്പന്നമാകുന്നത്. ഇവിടെ ചോദ്യം, അങ്കുരത്തിന്റെ ഉള്ളിൽ എന്നാണോ വിത്തിന്റെ പ്രരോഹശക്തിയെ പറയുക? ഒരിക്കലുമല്ല. പുറത്തുനിന്നാണോ പറയുക? അതുമല്ല. സൂക്ഷ്മമെന്നേ പറയാവൂ. അകംപുറം ഭേദമില്ലാത്ത അതീവ സൂക്ഷ്മമായ തലത്തിലേക്ക് നമ്മുടെ ബുദ്ധിയെ നയിക്കണം. അത് തന്നെയാണ് ഇവിടെ ഹിരണ്യഗർഭനേക്കാൾ ബുദ്ധിയേക്കാൾ സൂക്ഷ്മതലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ സംഭവിക്കുന്നത്. അതിസൂക്ഷ്മ സാധനയാണത്. അങ്ങനെ വിചാരം അത്യന്ത സൂക്ഷ്മവും നിരതിശയവുമായ അലിംഗനായിരിക്കുന്ന തത്വത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പറയാനൊന്നുമില്ല. അതുകൊണ്ട് പറഞ്ഞു, ഈ തത്വത്തെ സാക്ഷാത്കരിക്കുന്നതോടുകൂടെ ജന്തു മുക്തനാവുന്നു. ആ മുക്തി ആപേക്ഷികമാണോ എന്ന് സംശയിച്ചപ്പോൾ പറഞ്ഞു, ഒരിക്കലുമല്ല, അത് പരമമായ അമൃതത്വമാണ്, മരണധർമ്മത്തിനുപരി ഉള്ളതാകുന്നു. ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഇതാണ് ഉപനിഷത്തിന്റെ പരമാവധി. ഇത് നേരത്തെയും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആവർത്തിച്ച് പറയുക. അപ്പൊ ഇതാണ് ഉപനിഷത്തിന്റെ പരമാവധി. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദുഃഖനിവൃത്തിയായി എന്ന് പറഞ്ഞു. എന്നാ പിന്നെ വേഗം നാണ്ട് പോയിട്ട് അറിയാം നമുക്ക്. കാരണം ഇതിപ്പോ എളുപ്പമാണല്ലോ, ഉള്ളിലേക്കാണല്ലോ പോകേണ്ടത്, പുറത്തേക്കൊന്നും പോകണ്ടല്ലോ. അതെ, പുറത്തേക്കൊന്നും പോകണമെന്ന് പറഞ്ഞിട്ടില്ല, ഉള്ളിലേക്ക് പോകാനാ പറഞ്ഞത്. സംഗതി വളരെ എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴാ പറയുന്നത്, ന സദൃശേ തിഷ്ഠതി രൂപമസ്യ ന ചക്ഷുഷാ പശ്യതി കശ്ചനൈനം ഹൃദാ മനീഷാ മനസാഭിക്ലുപ്തോ യ ഏതദ്വിദുരമൃതാസ്തേ ഭവന്തി. ന സദൃശേ തിഷ്ഠതി രൂപമസ്യ ന ചക്ഷുഷാ പശ്യതി കശ്ചനൈനം
ഹൃദാ മനീഷാ മനസാഭിക്ലുപ്തോ യ ഏതദ്വിദുരമൃതാസ്തേ ഭവന്തി ന സന്ദൃശേ തിഷ്ഠതി അസ്യ രൂപം. അസ്യ രൂപം, യവന്റെ രൂപം ന സന്ദൃശേ തിഷ്ഠതി, സന്ദർശനത്തിൽ ദൃഷ്ടിപഥത്തിൽ നിൽക്കുന്നില്ല. കണ്ണുകൊണ്ട് പരമസത്യത്തെ കാണാൻ കഴിയുന്നില്ല. നേരത്തെയും പറഞ്ഞു നാന്തരാത്മൻ എന്ന്. പരാഞ്ചിഖാനി വിതരണസ്വയംഭൂ തസ്മാത് പരാങ് പശ്യതി നാന്തരാത്മൻ കശ്ചിത് ധീര പ്രത്യേകാത്മാനമൈക്ഷത എന്നൊക്കെ നേരത്തെ പറഞ്ഞു. പരാങ് പ്രത്യേക രൂപത്തെ കാണാൻ കഴിയുന്നില്ല. പുറത്തുള്ളതിന്റെ പിന്നാലെ അലഞ്ഞ് ശീലിച്ചിരിക്കുക. ആവർത്തിച്ച് പറഞ്ഞു. യക്ഷുഷാ ന പശ്യതി, യശ്രോത്രേണ ന ശൃണോതി, യദ്വാചാ അനഭ്യുദിതം എന്നൊക്കെ ഇത് ആവർത്തിച്ച് പറയുന്നത് നമ്മളിൽ സൂക്ഷ്മ പ്രത്യയത്തെ ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു കരണത്തിനും വിഷയമല്ല. അതാണ് ന സന്ദൃശേ തിഷ്ഠതി രൂപമസ്യ. ഇവന്റെ രൂപം ദൃഷ്ടിഗോചരമായി നിൽക്കുന്നില്ല. കാണപ്പെടുന്ന വിഷയമല്ലിത്, കാണുന്ന വിഷയിയുടെ സ്വരൂപമാണ്. കാണുന്ന വിഷയിയുടെ സ്വരൂപമാണ്. വിഷയിയുടെ സ്വരൂപത്തെ കാണാൻ പറ്റുമോ? എല്ലാത്തിനെയും കാണുന്ന വിഷയിയെ എങ്ങനെ കാണും? എന്തുകൊണ്ട് കാണും? വിജ്ഞാതാരമരേ കേന വിജാനീയാത് ചോദിക്കുന്നുണ്ട് ബൃഹദാരണ്യകത്തില്. വിജ്ഞാതാരമരേ കേന വിജാനീയാത്. അല്ലയോ പ്രിയപ്പെട്ടവളെ, ഈ അറിയുന്നവനെ എന്തുകൊണ്ടറിയാം? അറിയപ്പെടുന്നതിന് നമുക്കറിയാം, സമ്മതിച്ചോ? അറിയപ്പെടുന്നതിനൊക്കെ അറിയാം. അറിയുന്നവനെ എങ്ങനെ അറിയും? എല്ലാത്തിനും വെളിച്ചം കൊടുക്കുന്നവനെ ഏത് വെളിച്ചം കൊണ്ടറിയും? ചിന്തിക്കുക. നേരത്തെയും പറഞ്ഞു, സകലത്തെയും പ്രകാശിപ്പിക്കുന്ന ചൈതന്യ സ്വരൂപത്തെ മറ്റൊരു ഉപാധിയും പ്രകാശിപ്പിക്കുന്നില്ല. അത് വ്യക്തിതലത്തിലുള്ള ദേവന്മാരായാലും സമഷ്ടി തലത്തിലുള്ള ദേവന്മാരായാലും പ്രകാശിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത് വിജ്ഞാതാരമരേ കേന വിജാനീയാത്. അറിയുന്നവനെ എന്തുകൊണ്ടറിയും? അറിയപ്പെടുന്നതിനല്ലേ അറിയാൻ നോക്കൂ. നേരത്തെ വീണ്ടും ചോദിച്ചിട്ടുണ്ട്, കഥം നു തദ്വിജാനീയാം. ഇതിനെങ്ങനൊരു വിഷയമായിട്ട് നമ്മൾ അറിയും? വിഷയമായിട്ട് അറിയപ്പെടുന്നില്ല. സകല വിഷയങ്ങളെയും അറിയുന്ന വിഷയിയുടെ സ്വരൂപമാണ്. അതുകൊണ്ട് ന സന്ദൃശേ തിഷ്ഠതി രൂപമസ്യ. പിന്നെ ന ചക്ഷുഷാ പശ്യതി കശ്ചനൈനം. കശ്ചന ആരും തന്നെ, ഏനം ഈ പറയപ്പെട്ട ആത്മാവിനെ, ന ചക്ഷുഷാ പശ്യതി കണ്ണുകൊണ്ട് കാണുന്നില്ല. ഈ പറയപ്പെട്ട ആത്മാവിനെ, ഈ പറയപ്പെട്ട ആത്മാവിനെ എന്ന് പറഞ്ഞാൽ പോരെ, അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. ഇവിടെ ഏനം എന്നുള്ള പ്രയോഗം ഇല്ലായിരുന്നെങ്കിൽ. ഇവിടെ ഏത്തം ഇവനെ എന്നല്ല പ്രയോഗം, ഏനം എന്ന പ്രയോഗം. ഏനം എന്ന പ്രയോഗത്തിന് വിശേഷാർത്ഥം ആരെക്കുറിച്ചെങ്കിലും നമ്മൾ ഒരിക്കൽ പറഞ്ഞ് അയാളെ വീണ്ടും പറയുമ്പോഴാണ് ഏനത് ആദേശം ചെയ്യുക. അതെ, ഏതെങ്കിലും ഒരാളെ കുറിച്ച് പറഞ്ഞു,
എന്നിട്ട് അയാളെ തന്നെ വീണ്ടും പറയുമ്പോഴാണ് ഏന ശബ്ദം ആദേശം ചെയ്യുക. അപ്പൊ ഏനം എന്ന് പറഞ്ഞാൽ പറയപ്പെട്ട ആളെ, പറയപ്പെട്ടതിനെ. ഇപ്പൊ ഇത്രയും നേരം ആരെക്കുറിച്ച് പറഞ്ഞുവോ ആ ആത്മാവിനെ. ചക്ഷുഷ ന പശ്യതി കശ്ചന, കണ്ണുകൊണ്ട് ആരും കാണുന്നില്ല. ഞാൻ ആത്മാവിനെ കണ്ടു എന്നൊക്കെ പറയാം, അതൊക്കെ വിഡ്ഢിത്തം മാത്രമേ ഉള്ളൂ. ആത്മാവിനെ കാണുന്നവര് കേൾക്കുന്നവരൊക്കെ ഉണ്ട്, ആരും കാണുന്നില്ല. ആത്മാവിനെ കാണുക പോയിട്ട് ആത്മാക്കളെ കാണുന്നവരുണ്ട്, പിന്നെയല്ലേ ആത്മാവിൽ നിന്ന് ഭയപ്പെട്ടു പോയി. ആത്മാക്കളെ കാണുന്നവർ. ശരി. അപ്പൊ പിന്നെ ഈ കാണുന്നവൻ പശ്യതി അനുപശ്യതി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതോ വിജ്ഞാനി കാണുന്നു, ആരാണോ ഇതിനെ കാണുന്നത് അവൻ അമൃതത്വത്തെ പ്രാപിക്കുന്നു എന്നൊക്കെ പറയുന്നത് പിന്നെ എങ്ങനെയാ? കാണലില്ലേ? പറയാം, ഉണ്ട്. ഹൃദാ മനീഷാ മനസാഭിക്ലിപ്താഃ. ഹൃദാ, എങ്ങനെയുള്ള ഹൃദ? മനീഷാ മനസാ അഭിക്ലിപ്താഃ. നേരത്തെ മനസൈവേദമാപ്തവ്യം നേഹനാനാസ്തി കിഞ്ചന എന്ന് പഠിച്ചിട്ടുണ്ട്. മനസൈവേദമാപ്തവ്യം, മനസ്സുകൊണ്ട് തന്നെ ഇതിനെ നേടേണ്ടതാകുന്നു. ഈ ജ്ഞാനത്തെ മനസ്സുകൊണ്ട് നേടേണ്ടതാകുന്നു. നേരത്തെ പറഞ്ഞതാണ്. അവിടെ നമ്മൾ വിസ്തരിച്ച് ചിന്തിച്ചതാണ് മനസ്സ എന്നുള്ളതിന്റെ അർത്ഥം. ആചാര്യാഗമ സംസ്കൃതേന മനസാ, ആചാര്യാഗമ സംസ്കൃതമായ മനസ്സുകൊണ്ടറിയേണ്ടതാകുന്നു. അല്ലാതെ കേവലം വിഷയങ്ങളുടെ പിന്നാലെ മാത്രം നെട്ടോട്ടമോടുന്ന അസൂയയും കുശുമ്പും കാലുഷ്യവും പാരുഷ്യവും അതും ഇതുമൊക്കെയായി വെച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ കൊണ്ടൊന്നും ഇതിനറിയാൻ കഴിയില്ല. അത് പലതിൽ കൊരുക്കിക്കൊണ്ടേയിരിക്കും സാധാരണ മനസ്സ്. അത് നേരെ പോവില്ല, ഋജുവായി പോവില്ല. പണ്ട് കാലത്ത് ഈ മിക്ക വീടുകളിലും പാതാളക്കരണ്ടി ഉണ്ടാവാറുണ്ട്. അതുപോലെയാ മനസ്സ്. അങ്ങോട്ടും കൊളുത്തും ഇങ്ങോട്ടും കൊളുത്തും നിവൃത്തിയില്ല. ചില നാട്ടിൽ പാതാള കൊക്കാന്ന് പറയും, ചില നാട്ടിൽ പാതാള കരണ്ടി പറയും. എന്നാലും പാതാളത്തു നിന്ന് സാധനത്തെ കൊണ്ടുവരുന്ന സാധന അത്. അപ്പൊ പാതാളത്തിൽ നിന്ന് കണ്ട് സാധനത്തെ കൊണ്ടുവരണമെങ്കിൽ കിണറ്റിൽ വീണുപോയ ബക്കറ്റ്, പാത്രങ്ങൾ, അതൊക്കെ എടുക്കാനുള്ള സാധന. ഇപ്പൊ അതൊക്കെ കാഴ്ചദ്രവ്യങ്ങളായിട്ട് സൂക്ഷിച്ചു വെക്കണം, കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ. ഇതുപോലെ ഇരിക്കും നമ്മുടെയൊക്കെ മനസ്സ് എന്ന് പറയാൻ. അങ്ങോട്ടും കൊളുത്തും ഇങ്ങോട്ടും കൊളുത്തും. പിന്നെ എങ്ങനെയാ അത്? അപ്പോ മനസ്സുകൊണ്ട് കാണാനൊക്കെന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടൊന്നും കാണാനൊക്കില്ല. പിന്നെ ഇവിടെ പറഞ്ഞതോ ആ മനസ്സിനെ ഋജുവാക്കണം, സംസ്കരിച്ചെടുക്കണം. ആ സംസ്കരണം ആചാര്യാഗമ സംസ്കൃതേന മനസ എന്നൊരു പദം കൊണ്ട് ഭഗവാൻ ഭാഷ്യകാരൻ സൂചിപ്പിച്ചു. ആചാര്യനിൽ നിന്ന് ശ്രവിക്കുന്ന ആഗമം ഇവയെക്കൊണ്ട് സംസ്കരിച്ചെടുക്കുന്ന മനസാൽ. ഇതെല്ലാവർക്കും നമ്മുടെ അന്ധകരണത്തെ സംസ്കരിച്ചെടുക്കാൻ അധികാരമുണ്ട്. എത്ര നമ്മുടെ അന്ധകരണം അസംസ്കൃതമാണോ അത്രയും സംസ്കരിക്കണമെന്നേ ഉള്ളൂ. എല്ലാവരുടെ അന്ധകരണത്തെയും സംസ്കരിച്ചെടുക്കാം. സംസ്കരിക്കാൻ പറ്റാത്ത അന്ധകരണം ആർക്കുമില്ല. അതെത്ര സംസ്കരിക്കണം എന്നുള്ളത് പലതിനെ അപേക്ഷിച്ചിരിക്കും. അപ്പൊ എല്ലാരെ സംബന്ധിച്ചും ഒന്നും പറയാൻ കഴിയില്ല. പക്ഷെ സംസ്കരിക്കപ്പെടും. അങ്ങനെ തീർത്തും സംസ്കരിക്കപ്പെടുമ്പോഴേ വാസ്തവത്തിൽ ആചാര്യോപദേശം സഫലമാകും. ഗുരുനാഥന്റെ ഉപദേശം തീർത്തും അകത്തോട്ട് പ്രവേശിക്കണമെങ്കിൽ ഒരു നിശ്ചിതമായ സംസ്കാരത്തെ നമ്മൾ നേടിയിരിക്കണം. അതിന് പ്രാഥമികങ്ങളായ സകല സാധനകളും ഉപകരിക്കും. ഒരു സാധനയും വ്യർത്ഥമാകുന്നില്ല. ഒരു സാധനയും വ്യർത്ഥമല്ല. അത് പ്രത്യേകം അറിയുക. ക്ഷേത്രോപാസനയായിക്കോട്ടെ, മന്ത്രജപങ്ങളായിക്കോട്ടെ, നാമജപങ്ങളായിക്കോട്ടെ, ഏത് സാധനയായാലും
ഇന്നതെന്നില്ല. ഒരു സാധനയും വ്യർത്ഥമല്ല. എല്ലാം ചിത്തശുദ്ധിയെ, ഏകാഗ്രതയെ പ്രദാനം ചെയ്ത് ക്രമികമായി നമ്മളെ സൂക്ഷ്മ തത്വഗ്രഹണ സാമർഥ്യത്തിലേക്ക് ഉയർത്തുന്നതാണ്. ഒന്നും വ്യർത്ഥമല്ല. പലപ്പോഴും നമുക്ക് പറ്റിപ്പോകുന്ന കുഴപ്പം 4 വേദാന്തവാക്യം അവിടുന്ന് ഇവിടുന്നും പഠിക്കുമ്പോഴത്തേക്ക് പ്രാഥമിക സാധനങ്ങളെയൊക്കെ നമ്മൾ നിരസിക്കും. ഒരിക്കലും വയ്യ. തത്വദർശികളായ ആചാര്യന്മാരാണ് എല്ലാ സാധനാക്രമങ്ങളെയും നമുക്ക് പറഞ്ഞു തന്നത്. അത് ഓർമ്മിച്ചാൽ നല്ലത്. ശരി, ഏതായാലും അപ്പോ ആചാര്യാഗമ സംസ്കൃതമായ മനസ്സുകൊണ്ട് ഹൃദാ മനീഷ, അങ്ങേയറ്റത്തെ മനസ്സിനെ തീർത്തും ഈശനം ചെയ്തിട്ടുള്ള, നിയന്ത്രിച്ചിട്ടുള്ള ഹൃത്തിനാൽ, അതിസൂക്ഷ്മമായ അന്ധകരണത്താൽ. ഹൃത്ത് എന്ന് പറയുമ്പോ ഹൃദയം. ഏതാ ഹൃദയം? നമ്മുടെ ഈ രക്തത്തെ ദേഹം മുഴുവൻ വ്യാപിപ്പിക്കുന്ന ഒരു മാംസപിണ്ഡം എന്നുള്ള അർത്ഥത്തിലല്ല ഹൃദയം എന്ന് പറയുന്നത്. ഭാഷയിൽ പലപ്പോഴും ഹൃദയം നമ്മൾ അന്ധകരണത്തെക്കൊണ്ട്, ബുദ്ധിയെക്കൊണ്ട്, സൂക്ഷ്മബുദ്ധിയെക്കൊണ്ട്, എവിടെ നിന്നാണോ ഞാൻ എന്ന പ്രത്യയം നമ്മൾക്കൊക്കെ സ്ഫുരിക്കുന്നത്, ആ അതിസൂക്ഷ്മമായ അന്ധകരണത്തെ കൊണ്ടാണ് ഹൃദയം എന്ന് പറയാറ്. സാധാരണ ലൗകികമായിട്ട് നമ്മൾ അങ്ങനെ തന്നെയാ പറയാറ്, അല്ലേ? അതെ. ഒരാൾ പറഞ്ഞു, എനിക്ക് ഹൃദയത്തിന് രോഗമുണ്ടെന്ന് പറഞ്ഞപ്പോൾ വേറെ ആൾ പറഞ്ഞു കേട്ടിട്ട് വളരെ സന്തോഷമായല്ലോ, നിനക്ക് ഹൃദയം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ അവിടെ ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ഹൃദയമല്ല, അവിടെ ഹൃദയം വേറെ അർത്ഥം. ഈ ഹൃത്തിനാൽ, അന്ധകരണത്താൽ, അതിസൂക്ഷ്മമായ ബുദ്ധിയാൽ. ആ സൂക്ഷ്മതയെ പ്രത്യേകം വിശേഷിപ്പിക്കുന്നു മനീഷ, മനീട്ടിനാൽ. മനസ്സിനെ ഈശ്വരം ചെയ്യുന്നതാണ് മനീട്ട്. തേന മനീഷ. മനീഷ തൃതീയ വിഭക്തിയാണ്, മനീട്ടിനെ കൊണ്ട്. ഇനി മനീഷ എന്ന് വേണമെങ്കിൽ ശബ്ദം നമുക്ക് സ്ത്രീലിംഗത്തിൽ ഉണ്ടാക്കാം, അങ്ങനെയാവാൻ പ്രഥമ വിഭക്തിയാവും, പേരാവും, അതിന് വിരോധമില്ല. ശാസ്ത്രത്തിൽ അത് ശരി തന്നെയാ. ഇവിടെ തൃതീയാണ് മനീഷ. അത്യന്തം സൂക്ഷ്മമായി മനസ്സിനെ നിയന്ത്രിച്ചിരിക്കുന്ന ബുദ്ധിയാൽ നിശ്ചയിച്ച്, അഭിക്ലിപ്ത, പ്രത്യേകമായി നിശ്ചയിച്ച്, ഏതദ്വിദുഹു, യാവർ ഇതിനെ അറിയുന്നുവോ. അപ്പോ ഇത് ന സന്ദൃശേ തിഷ്ഠതി, ഇത് സന്ദർശന വിഷയത്തിൽ ഇരിക്കുന്നില്ല. രൂപമസ്യ ന ചക്ഷുഷ പശ്യതി കശ്ചനൈനം, ആരും ഇതിനെ കണ്ണുകൊണ്ട് കാണുന്നില്ല. അപ്പൊ കരണങ്ങളുടെ പ്രവർത്തന അഭാവത്തെ പറഞ്ഞു, അവിടെ പ്രവർത്തിക്കുന്നില്ല. എന്നാൽ ആരാണോ പ്രാഥമികങ്ങളായ സാധനകളിലൂടെ ഏകാഗ്രതയെ, ശുദ്ധിയെ നേടി ഗുരുശാസ്ത്ര സേവനം ചെയ്ത്, ശ്രവണം ചെയ്ത്, മനനത്തിലൂടെ നിരിധ്യാസതലത്തിലേക്ക് ഉയർന്ന്, അങ്ങനെ മനീട്ടെന്നുള്ള ഭാവത്തെ ബുദ്ധിക്ക് നേടി, ആ അത്യന്ത സൂക്ഷ്മമായ ബുദ്ധി കൊണ്ടറിയുന്നത്, ഇതെല്ലാവർക്കും സാധിക്കും. പക്ഷെ ഈ ക്രമങ്ങളിലൂടെ പോണം, അത്രയേ ഉള്ളൂ. ഓരോ ഘട്ടത്തിലും എത്രമാത്രം പരീക്ഷണ ബഹുളമാണെന്നുള്ളത് നമ്മൾ പല സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അവയെല്ലാം ജയിക്കാൻ കഴിയണം. പ്രലോഭനങ്ങളിൽ മയങ്ങി വീഴാതെ, പ്രതിസന്ധികളെ കണ്ട് പകച്ച് പിന്മാറാതെ. ഏതൊരു സാധകനാണോ മുന്നോട്ട് പോകുന്നത്, തേ അവർ അമൃതാഹ ഭവന്തി, അവർ അമൃതന്മാരായി ഭവിക്കുന്നു. അവർക്കുള്ളതാണ് മോക്ഷം. ഇവിടെ ഈ സൂക്ഷ്മ അന്വേഷണമാ പറയുന്നത്.
തന്റെ ഉള്ളിലേക്കുള്ള യാത്ര, തന്റെ തന്നെ കരണങ്ങളെ സൂക്ഷ്മമാക്കി തന്നിലേക്കുള്ള സ്വരൂപാന്വേഷണം. ശ്രദ്ധിക്കുക, അവർ അമൃതന്മാരായി ഭവിക്കുന്നു. ഇതിൽ പരം എന്താ പറയാനുള്ളത്? ഒന്നുമില്ല. ഉപനിഷത്തിന്റെ പരമ താത്പര്യത്തെയാണ് നമ്മളിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പരമാവധിയാണ്. അപ്പോൾ മനീട്ടിനെ നാടണം, മനസ്സിനെ തീർത്തും നിയമിക്കണം, ഏകാഗ്രതയെ നാടണം. ഇത് പ്രസംഗിച്ചുകൊണ്ട് ഒരു കാര്യവും ഇവിടെ ഇല്ല. പ്രസംഗം കേട്ടുകൊണ്ടും ഒരു കാര്യവുമില്ല. രണ്ടു കൂട്ടർക്കും നേരം പോക്ക്, അത്രയേ ഉള്ളൂ. അപ്പൊ പിന്നെ എന്താ ചെയ്യണ്ടേ? ഇതാ ഈ പറഞ്ഞ ചെയ്യണം. മനീട്ടിനെ നാടണം. എവിടുന്നാ അപ്പൊ മനീട്ടിനെ കിട്ടുക? എവിടെ പോയാൽ കിട്ടും ഈ ഏകാഗ്രതയെ? ഏകാഗ്രത വിൽക്കപ്പെടും. അക്കുണ്ട്. പെട്ടെന്ന് ഏകാഗ്രതയെ നേടിത്തരാം. നമ്മൾ അവിടെയും പോറപ്പാ. അങ്ങനെ ആരെങ്കിലും പരസ്യം കൊടുത്താൽ നമ്മൾ അവിടെ ചെല്ലും. ഏകാഗ്രത എത്ര വാങ്ങാൻ കിട്ടും? എത്ര രൂപ വേണം ഏകാഗ്രതയ്ക്ക്? എത്ര ഫീസ് കൂടുതൽ പറയുന്നുണ്ടോ? അങ്ങനെയുണ്ട്. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാള്, വളരെ വേണ്ടപ്പെട്ട ആളാ, ശ്രദ്ധിക്കുക. ഇയാള് ഒരു സ്ഥലത്ത് പോയിട്ട് യോഗാസനമൊക്കെ പഠിച്ചു. പിന്നീട് ഉയർന്ന കോഴ്സുകൾ പഠിച്ചു. ബീഹാറിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചു, കന്യാകുമാരിയിൽ നിന്ന് പ്രത്യേകം പഠിച്ചു, ബാംഗ്ലൂരിൽ നിന്ന് പഠിച്ചു. അങ്ങനെ പല സ്ഥലത്തുനിന്നും പഠിച്ചു. ഇതൊന്നും തൃപ്തി വരാണ്ട് പോരാൻ തോന്നിയിട്ട് പല ആചാര്യന്മാരെടുത്തും പോയി താമസിച്ച് പഠിച്ചു. ഇതൊക്കെ അങ്ങോട്ട് പഠിച്ചപ്പോൾ ഇയാൾക്കൊരു തോന്നൽ, നാട്ടിൽ യോഗ ശാസ്ത്രം ഒന്ന് പ്രചരിപ്പിക്കണം. അങ്ങനെ കഥയല്ല, ഉള്ളതാണ്. ഈ കക്ഷി എപ്പോഴും ആശ്രമത്തിൽ നമ്മളോട് നിരന്തരം ബന്ധപ്പെടുന്നൊരു കക്ഷിയാണ്. ഇയാള് തുടങ്ങി യോഗാസനം പഠിപ്പിക്കാൻ. ബോർഡൊക്കെ വെച്ചു, പലയിടത്തും നോട്ടീസ് അടിച്ചു, പ്രചരിപ്പിച്ചു. ഒരു കുട്ടിയുമില്ല പഠിക്കാൻ. ഒരാളെങ്കിലും വരണ്ടേ? ഒരാൾ പോലും ഇല്ല. പാവം. അവിടെയുള്ള ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിലൊക്കെ പോയി സൗജന്യമായി യോഗാസനം പഠിപ്പിക്കുകയാണ്. നല്ല പഠിച്ചോളാം. ഒരു രക്ഷയില്ല. എല്ലാ ക്ഷേത്രങ്ങളിലും നോട്ടീസ് അടിച്ച് വെച്ചത് ബാക്കി, ആരും പിടിക്കാതെ. അങ്ങനെ എന്തൊക്കെയാ വേണ്ടുവെന്ന് ചർച്ച ചെയ്തു. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. 500 രൂപ ഫീസ് വെച്ചു. ആദ്യയാൾ സൗജന്യമായിട്ടാണ്, ഒരാഴ്ചത്തേക്ക് 500 രൂപ. എന്തു തിരക്കാണ് ഭഗവാനെ. അങ്ങനെ ഓരോ ബാച്ചായിട്ട് വെച്ചു. അത് ആൾക്കാരെ കൊണ്ട് നിവൃത്തിയില്ല. കാരണം മാക്സിമം ഒരു 20 ആള് 25 ആളെ ഒരു ബാച്ചിൽ പഠിപ്പിക്കാനാവുള്ളൂ. അങ്ങനെ ആദ്യം ഇയാൾ അഡ്മിഷൻ കൊടുത്തു, 20 ആക്കാം. അപ്പോഴത്തേക്ക് പിന്നെ 100 ചില്ലാൻ ആൾക്കാർ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. ഇവിടെ അടുത്ത ബാച്ച് അനുസ്യൂതം ക്ലാസ് നടക്കുന്നു, ഇപ്പോഴും നടക്കുന്നു. ഈ പൈസ അയാൾ എന്ത് ചെയ്യുന്നു? കിട്ടിയിട്ട് വയനാട്ടില് പഴശ്ശി ബാലമന്ദിരമുണ്ട്, അവിടെ കൊടുക്കും. ഇടയ്ക്ക് കുളത്തൂര് ആശ്രമത്തില് ശ്രീ ശങ്കര ബാലസദനുണ്ട്, അവിടെ വന്നു തരും. ഇടയ്ക്ക് വേറെ ഏതെങ്കിലും ബാലികാ സദനത്തിൽ കൊടുക്കും. ഇങ്ങനെ പല സ്ഥലത്ത് അയാൾ കൊടുക്കും. ഈ കാശ് അയാൾ ഉപയോഗിക്കുന്നില്ല. അയാളുടെ കുടുംബത്തിലേക്ക് അയാളെ മറ്റു വരുമാനം മതി എന്നാണ് അയാളുടെ അഭിപ്രായം. അയാള് ഈ ഫീസ് വെച്ചപ്പോ പുതിയ എന്തെങ്കിലും പഠിച്ചോ? ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷെ അയാൾ സൗജന്യമായി പഠിപ്പിച്ചപ്പോ ഒരു കുട്ടിയും വേണ്ട, ഒരു കുട്ടിക്ക് ഇത് വേണ്ട. അതേ ആൾ അതേ വിദ്യ 500 രൂപ വെച്ച് പഠിപ്പിച്ചപ്പോ എന്തു തിരക്കാന്നറിയോ? അതെ, അയാൾ സ്ഥിരം ആശ്രമത്തിൽ വരുന്ന ആളാണ്. ഈ ഒരു പാരഡോക്സ് സാധാരണ അങ്ങനെ എക്കണോമിക്സിലൊക്കെ നമ്മൾ പറയില്ലേ, ഗിഫിൻസ് പാരഡോക്സ് എന്നൊക്കെ, അതിപ്പോ ഈ വിഷയത്തിലുണ്ട്. ഈ യോഗ വേദാന്ത വിഷയത്തിലൊക്കെ ഈ പാരഡോക്സ് വളരെ അധികം. അപ്പോ ശ്രദ്ധിക്കുക, തമാശ പറയല്ല. അതുകൊണ്ട് ഇനിയിപ്പോ എന്താ വേണ്ടൂന്ന് ചോദിച്ചാ, ഏകാഗ്രത സമ്പാദിക്കാൻ ഇങ്ങനെ വല്ല പരിപാടിയും ചെയ്തോളാം. അല്ലാണ്ട് വേറെ വഴിയില്ല. യോഗം അതേ വഴിയുള്ളൂ. അപ്പൊ എന്താ യോഗം? ഏകാഗ്രത സമ്പാദിക്കാണ്ട് ഉപനിഷത്തിലേക്ക് എത്താൻ പറ്റില്ല. ഏകാഗ്രത ഇല്ലാത്ത ഒരാള് ഉപനിഷത്ത് തത്വത്തെ കേൾക്കാൻ പോയിട്ട് എന്ത് കാര്യമുള്ള? ഒരു കാര്യമില്ല. ഏകാഗ്രത വേണം.
ചോദ്യം, ഉപനിഷത്ത് കേൾക്കുന്നതിലൂടെ ഏകാഗ്രത ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. ശ്രവിക്കുന്നത് തന്നെ ഒരു സാധനയാണെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കേവല ശ്രവണം, ശാസ്ത്രശ്രവണം തന്നെ സാധനയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. എന്ത് ചെയ്താലും കൊള്ളാം, ഏകാഗ്രതയെ നേടിക്കൊള്ളണം. എന്നാലേ ഈ ശ്രുതിസാരം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കൂ, അഥവാ ശ്രുതിസാരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഏകാഗ്രതയെക്കുറിച്ച് പറയുകയാണ്. നോക്കൂ, വൈദിക ശാസ്ത്രത്തിൽ യോഗശബ്ദത്തിന് ലഭിക്കാവുന്ന ഏറ്റവും നല്ലൊരു നിർവചനമാണ് ഇവിടെ പറയുന്നത്. യദാ പഞ്ചാവതിഷ്ഠന്തെ ജ്ഞാനാനി മനസാ സഹ ബുദ്ധിശ്ച ന വിചേഷ്ടതി താമാഹു പരമാം ഗതിം താം യോഗമിതി മന്യന്തെ സ്ഥിരാമിന്ദ്രിയധാരണാം അപ്രമത്തസ്തദാ ഭവതി യോഗോ ഹി പ്രഭവാപ്യയൗ. യദാ പഞ്ചാവതിഷ്ഠന്തെ ജ്ഞാനാനി മനസാ സഹ ബുദ്ധിശ്ച ന വിചേഷ്ടതി താമാഹു പരമാം ഗതിം താം യോഗമിതി മന്യന്തെ സ്ഥിരാമിന്ദ്രിയധാരണാം അപ്രമത്തസ്തദാ ഭവതി യോഗോ ഹി പ്രഭവാപ്യയൗ. വളരെ ശ്രദ്ധേയങ്ങളായ രണ്ട് മന്ത്രങ്ങളാണ്. യഥാ, എപ്പോഴാണോ, പഞ്ചജ്ഞാനാനി, അഞ്ച് ജ്ഞാനങ്ങൾ, അഞ്ച് ജ്ഞാനങ്ങൾ എന്ന് പറഞ്ഞാൽ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ, ശ്രോത്ര ത്വഗ് നേത്ര രസന ഘ്രാണ ഇന്ദ്രിയങ്ങൾ, ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങളെ അറിയുന്ന അഞ്ച് ഇന്ദ്രിയങ്ങൾ. ഈ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ മനസാ സഹ അവതിഷ്ഠന്തെ, മനസ്സിനോടുകൂടെ അവസ്ഥാനം ചെയ്യുന്നത്. നേരത്തെ രഥരൂപകൽപ്പനയിൽ പറഞ്ഞു, 5 കുതിരകൾ, ആ 5 കുതിരകളെ നിയമിക്കാനുള്ള കടിഞ്ഞാൺ അല്ലെ, അവയെ കടിഞ്ഞാൺ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന സാരഥി. ഇങ്ങനെ ഒരു വീക്ഷണം നമ്മൾ രഥരൂപകൽപ്പനയിൽ പറയുകയുണ്ടായി. അതുതന്നെ അവിടെ ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ മനസ്സിനോട് കൂടെ ചേർന്നിരിക്കുന്നു. കണ്ണിന്റെ പാട്ടിന്, ചെവിയുടെ പാട്ടിന് അങ്ങനെയല്ല. എല്ലാം ഏകാഗ്രതമമായി ഏകീകൃതമായി ഒന്നിച്ചിരിക്കുന്നു, പലതിലേക്ക് ഛിന്ന ഭിന്നമായി പോകാതെ. കണ്ണും ചെവി മൂക്കും നാക്കും തൂക്കും ഒക്കെ അടങ്ങി അവിടെ ഇരുന്നു. എവിടെ ഇരുന്നേ? മനസ്സിനോട് ചേർന്നിട്ട്. മനസ്സോ സങ്കല്പ വികല്പാത്മക വൃത്തിയാണല്ലോ. ആ മനസ്സിനോട് ചേർന്നിട്ട് ഇവ ഇരുന്നു. പോരാ, അതുകൊണ്ട് മാത്രം യോഗ ഇല്ല. ബുദ്ധിശ്ചന വിചേഷ്ടതി, ബുദ്ധി യാതൊരു ചേഷ്ടയും ചെയ്യുന്നില്ല. ഒരു സങ്കല്പ വികല്പ വ്യാപാരവും ഇല്ല, നിശ്ചയ വ്യാപാരവും ഇല്ല. ഒന്നിലൊന്നായി ഉറച്ചു. ന വിചേഷ്ടതി, ഒരു ചേഷ്ടയെ ചെയ്യുന്നില്ല. കാറ്റില്ലാത്തിടത്ത ദീപം പോലെ തീർത്തും നിശ്ചലീഭാവം ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും കൈവന്നിരിക്കുന്നു. സർവകരണങ്ങളുടെയും ഏകാഗ്രതമമായ അവസ്ഥയിലെ നിശ്ചലീഭാവം കൈവന്നിരിക്കുന്നു. താം ആഹു, അതിനെയാണ് പറയുന്നത് പരമാം ഗതിം, പരമമായ ഗതി എന്ന് പറയുന്നു. ആര് പറയുന്നു? മഹാത്മാക്കള്, ഋഷീശ്വരന്മാര്, വിദ്വാൻമാര് പറയുന്നു. എന്നിട്ട് പറയാണ്, താം യോഗം ഇതി മന്യന്തേ, അതിനെ യോഗം എന്ന് മനസ്സിലാക്കുന്നു. അതിനെയാണ് യോഗം എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ യോഗം എന്ന് പറഞ്ഞാൽ എന്താ? യോഗം എന്ന് പറഞ്ഞാൽ 5 ജ്ഞാനേന്ദ്രിയങ്ങളും തീർത്തും ഒന്നായി, പലതിലേക്ക് ഛിന്ന ഭിന്നമായി പോകാതെ
മനസ്സിനോട് ചേർന്നിരിക്കുന്നു. ആ മനസ്സാകട്ടെ സകല സങ്കല്പ വികല്പ വ്യാപാരങ്ങൾക്കും അപ്പുറത്ത് ബുദ്ധിയോട് ചേർന്നിരിക്കുന്നു. ബുദ്ധിയാകട്ടെ യാതൊരു ചേഷ്ടയെയും ചെയ്യാതെ. യച്ഛേദ്വാങ് മനസി പ്രാജ്ഞ, നേരത്തെ പറഞ്ഞു, തദ്യച്ഛേദ് ജ്ഞാന ആത്മനി, ജ്ഞാനമാത്മനി മഹതി നിയച്ഛേദ് തദ്യച്ഛേദ് ശാന്ത ആത്മനി. നേരത്തെ പറഞ്ഞു സാധന, അത് തന്നെയാവ്. ആ സാധനയുടെ പൂർണ്ണതയിലാണ് ഇത് നേടുന്നത്. നേരത്തെ വിശദമായി പ്രതിപാദിച്ച വിഷയമാണത്. അപ്പോ ഇന്ദ്രിയങ്ങളുടെ വ്യാപാരം സ്വാഭാവികമായി മനസ്സിലൊതുങ്ങി, മനസ്സ് ബുദ്ധിയിലൊതുങ്ങി. ബുദ്ധി ചേഷ്ടാരഹിതമായി നിൽക്കുന്നു, കാറ്റില്ലാത്തടത്ത ദീപം പോലെ. ഇതാണ് സമാഹിത ഭാവം, സമാധി പ്രജ്ഞ. ഇതിന് പറയുന്ന പേരാണ് യോഗം. അതുകൊണ്ട് യോഗ സൂത്രകാരൻ വൃത്തി നിരോധമാണ് യോഗമെന്ന് പറഞ്ഞു. യോഗത്തെ നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്ന ഭാഷ്യകാരൻ വ്യാസൻ യോഗ ദർശനത്തിന്റെ പ്രസിദ്ധമായ ഭാഷ്യം വ്യാസഭാഷ്യമാണ്. വ്യാസഭാഷ്യത്തിൽ യോഗ സമാധി എന്നാണ് പറയുന്നത്. യോഗമെന്നാൽ സമാധി എന്നാണ് അർത്ഥം. എന്താ സമാധി? കാറ്റില്ലാത്തടത്ത ദീപം പോലെ സകല കരണങ്ങളും തന്നിൽ താനായി താനെ ഇരിക്കുന്ന അവസ്ഥ. ശ്രദ്ധിക്കുക, ഇത് പ്രസംഗിക്കേണ്ട സ്ഥിതി അല്ലിത്, പ്രസംഗിക്കേണ്ട വിഷയമല്ലിത്. ഇത് പരമമായ ഗതിയാണ്. ഇത് പരാംഗതിയും പരമാംഗതിയും പരമമായ ഗതിയാണിത്. എന്നിട്ട് പറയുന്നു, താം യോഗമിതി മന്യന്തേ സ്ഥിരാം ഇന്ദ്രിയധാരണാം. സ്ഥിരമായി ഇന്ദ്രിയങ്ങളെ, മനസ്സിനെ, ബുദ്ധിയെ തന്നിൽ ധരിക്കുന്നതിനെ യോഗമെന്ന് പറയുന്നു. സകല കരണങ്ങളും ഇപ്പൊ തന്നിൽ താനായി ഒതുങ്ങി. അവ പലതിലേക്ക് ജൃംഭണം ചെയ്യുന്നില്ല, തന്നിൽ താനായി ഒതുങ്ങി. ചിന്തിക്കുക സൂക്ഷ്മമായിട്ട് ഈ അവസ്ഥയെക്കുറിച്ച്. ഇതിലേക്ക് നമ്മളെ നയിക്കുന്നു യമ നിയമ പൂർവകമായ ജീവിതം. പ്രാഥമികങ്ങളായ സകല സാധനകളും തന്നെ, എല്ലാ തപശ്ചര്യകളും തന്നെ, മന്ത്രോപാസനകളും തന്നെ, സകല ഉപാസനാ പദ്ധതികളും ഈയൊരു ഏകാഗ്രതമമായ അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കുന്നതിനാണ്. അതെ, ഇവിടെ ധ്യാതാവും ധ്യാനവും ധ്യേയവും എന്ന ഭേദങ്ങൾ താനേ കൊഴിഞ്ഞൊഴിഞ്ഞു പോകുന്നു. കുറച്ചു മുൻപ് വരെ ഞാൻ ധ്യാനിക്കുന്നവനെന്ന ഭാവമുണ്ടായിരുന്നു, എന്നാൽ ധ്യാനിക്കപ്പെടുന്നതെന്ന ധ്യേയമുണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ധ്യാനമെന്ന ക്രിയയുണ്ടായിരുന്നു. ഇതെല്ലാം കൊഴിഞ്ഞൊഴിഞ്ഞു പോയി. കേവലം ധ്യേയം മാത്രം പ്രകാശിക്കുന്ന അവസ്ഥ. താം യോഗമിതി മന്യന്തേ സ്ഥിരാമിന്ദ്രിയധാരണാം. ഇതാണ് യോഗം എന്നുള്ളതിനെ സംബന്ധിച്ച് ഉപനിഷത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും സൂക്ഷ്മമായ നിർവചനം. എന്നിട്ട് ഒരു മുന്നറിയിപ്പ് തരികയാണ് നമുക്ക്. അഥവാ ഈ അവസ്ഥയിലെ അത്യന്തം മഹത്വപൂർണമായ പ്രാപ്തിയെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. രണ്ട് രീതിയിലും അർത്ഥം പറയാം. ഒന്ന്, ഈ അവസ്ഥയിലെ അത്യന്ത മഹത്വപൂർണമായ സ്ഥിതിയെക്കുറിച്ച് വർണ്ണിക്കുന്ന അർത്ഥം ആദ്യം പറയാം. അപ്രമത്തഃ തദാ ഭവതി. അപ്പോൾ അപ്രമത്തനായി ഭവിക്കുന്നു.
ഈ അവസ്ഥയിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അയാൾ അപ്രമത്തനായി തീരുന്നു. അവനെപ്പോഴും തന്നിൽ ഉണർന്നിരിക്കുന്നു. അതെ, അപ്രമത്തനായി. പിന്നെ ഉറക്കമില്ല, പിന്നെ അവന് ഉറക്കമില്ല. ഉണരരുതിനി ഉറങ്ങിടാതെ വണ്ണം ഉണർന്നീടണം അറിവായി. ശ്രീനാരായണ ഗുരുദേവൻ എത്ര ലളിതമായി പറഞ്ഞു തന്നു. അല്ല, അത്ര ലളിതമൊന്നും അല്ല കേട്ടോ, പദങ്ങളെ ലളിതമുള്ളൂ. പദങ്ങൾ സുലളിതങ്ങളാ, പക്ഷെ ഇതിന്റെ അർത്ഥം ചിന്തിച്ചു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവന്റെ ഓരോ വാക്കും ഓരോ ഉപനിഷത്ത് മന്ത്രാട്ടോ. നമ്മൾ ഭാഷ ലളിതമാകുമ്പോൾ വളരെ ലളിതമാണെന്ന് പറയും, പക്ഷേ ഗുരുദേവന്റെ ഓരോ വാക്കിന്റെയും ആഴങ്ങളിലേക്ക് പോണെങ്കിൽ, പോകാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും ഓരോന്നും ഓരോ ഉപനിഷത്ത് തന്നെയാണ്. ഓരോ വാക്കും മലയാളത്തിലുള്ള ഉപനിഷത്തെന്ന് നിസ്സംശയം പറയാൻ കഴിയും. ഇനി ഉറങ്ങിടാതെ വണ്ണം ഉണർന്നിടണം. എങ്ങനെ? അറിവായി. അതൊന്നും കഴിയില്ലെങ്കിൽ അതൊന്നും എനിക്ക് വയ്യല്ലോ. എന്നാ പിന്നെ ഇത് ഉണർന്ന ആൾക്കാരുണ്ട്, അവരുടെ സേവ ചെയ്തോളൂ എന്നാ പറയുന്നത്. ഇതിനസാധ്യമെന്നാൽ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിയിടണം. പ്രണവമുള്ളിൽ ഉണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴുന്ന മുനിജനങ്ങളുണ്ട്, അവരുടെ സേവയിൽ തന്റെ ശരീരത്തെ നിയോഗിച്ചോളൂ, അതിന് പണിപ്പെട്ടോളൂ എന്നാ. അതിരിക്കട്ടെ. അപ്പൊ താല്പര്യം താം യോഗമിതി മന്യന്തേ സ്ഥിരാമിന്ദ്രിയ ധാരണാം എന്ന് പറഞ്ഞിട്ട് പറയുന്നു, ഈ അവസ്ഥയിൽ അപ്രമത്തനാകുന്നു. അവനവനെ പ്രമാദമില്ല, അവൻ സദാ ജാഗ്രതയിലാണ്, ഉണർന്നിരിക്കുന്നു, അവനൊരിക്കലും ഉറക്കമില്ല. യോഗോ ഹി പ്രഭവാപ്യയോ, യോഗം ഉദ്ഭവനാശങ്ങളോട് കൂടിയതാണ്. അതുകൊണ്ട് യോഗസാധനയിൽ ഉദ്ഭവനാശങ്ങളോട് കൂടിയതാണ്. ഈ പരമമായ അവസ്ഥയിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ അവന് പ്രമാദം ഇല്ല. എന്നാൽ ഇതിനർത്ഥം പറയുന്നത് കുറച്ചുകൂടി നല്ലത്, ഒരു മുന്നറിയിപ്പ് തരുന്ന രീതിയിലാണ്. അവിടെ ചെറിയൊരു പരിവർത്തനം വരുത്തും ഭഗവാൻ ഭാഷ്യകാരൻ. അത് വരുത്തി കാണിച്ചു തന്നിട്ടുണ്ട്. ഭവതി എന്നുള്ളതിന് ഭവേത് എന്നർത്ഥം കൽപ്പിക്കും. ശ്രുതിയിൽ അതൊക്കെ പതിവുണ്ട്. അപ്രമത്തഃ തഥാ ഭവതി എന്നുള്ളതിന് പകരം ഭവതി എന്ന വാക്ക് ശ്രുതിയിൽ മാറ്റില്ല, അതിന്റെ അർത്ഥം ഭവേത് എന്നാക്കി മാറ്റും. അപ്രമത്തഃ ഭവേത്, അപ്രമത്തനായി ഭവിക്കൂ. ഇതാണ് യോഗസാധന. ഇത് മനസ്സിലാക്കിയിട്ട് ഇതിൽ അപ്രമത്തനായി ഭവിക്കൂ. മടി കൂടാതെ ഈ യോഗസാധനയിൽ നീ മുന്നോട്ട് പോകൂ. പ്രമാദം ചെയ്യരുത്. സാധനാമാർഗത്തിൽ പ്രമാദം വന്നു പോകും, അറിയാതെ വന്നു പോകും. ഒരാള് ദിവസവും രാവിലെ എന്തെങ്കിലും ഒരു സാധന പറഞ്ഞോളൂ, എന്തായാലും തിരക്കേടില്ല. ഞാൻ ദിവസവും രാവിലെ ഒരു പ്രാവശ്യം സഹസ്രനാമം പാരായണം ചെയ്തിട്ടേ ജോലിക്ക് പോകൂന്ന് നിശ്ചയിച്ചിരിക്കുക. സഹസ്രനാമം പാരായണം ചെയ്തിട്ട് ജോലിക്ക് പോകുമെന്ന് നിശ്ചയിക്കുക. എന്നിട്ടോ ഇന്ന് സന്ദർഭവശാൽ ഉണരാൻ വൈകി. ഇനി 2 പണി ചെയ്യാനുണ്ട്. ഒന്ന്, രാവിലെ ഒരു ടിഫിൻ കഴിക്കണം, 2 സഹസ്രനാമം ചൊല്ലണം, 3 ജോലിക്ക് പോണതിന് മുമ്പാണ് അത് 2ഉം ചെയ്യേണ്ടത്. ഇവിടെ ഇരിക്കുന്നവരൊക്കെ എന്തായാലും സഹസ്രനാമാണ് ചൊല്ലുക, എന്നിട്ട് ജോലിക്ക് പോവുക ചെയ്യാം. പക്ഷേ നമ്മൾ ഏതാണ് ആദ്യം മാറ്റിവെക്കാൻ നമുക്ക് തോന്നുക? ഇന്ന് രാവിലെ ഭക്ഷണം കഴിക്കണ്ട, ജോലിക്ക് പോവാം എന്നാണോ നമുക്ക് തോന്നുക? അതല്ല, സഹസ്രനാമം പിന്നെയും ചൊല്ലാമല്ലോ, പോണ വഴിക്കും ചൊല്ലാം. എന്താ പോണ വഴിക്കും ചൊല്ലാം. ഇല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ ഓഫീസിൽ ഒപ്പിട്ടാ പിന്നെ സുഖമായി ചൊല്ലാമല്ലോ. ഓഫീസ് പിന്നെ എന്തിനുള്ളതാ? ചിലർ ആശ്രമത്തിൽ വന്ന് ചോദിക്കാറുണ്ട്, സ്വാമി ഈ പണിയെടുക്കുമ്പോൾ ഓഫീസിലൊക്കെ പണിയെടുക്കുമ്പോൾ ഒക്കെ നാമം നല്ലോണം ജപിച്ചുകൂടെ? സ്ഥലമായി ജപിക്കുക, അതിനുള്ള സ്ഥലം ഓഫീസ്. ഓഫീസിൽ പോയി കഴിഞ്ഞാൽ എന്ത് പണിയാണോ താൻ ഒപ്പിട്ട ശേഷം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടുള്ള അതാ ചെയ്യേണ്ടത്. അത് 8 മണിക്കൂറിനാ ശമ്പളം വാങ്ങുന്നത്, 8 മണിക്കൂർ പണിയെടുക്കണം.
അല്ല 8 മണിക്കൂർ ശമ്പളം വാങ്ങിയിട്ട് 1.25 മണിക്കൂർ പണിയെടുക്കുകയല്ല. ചിന്തിക്കുക. അപ്പൊ നമ്മൾ ഏതാ മാറ്റിവെക്കുക എന്ന് ചോദ്യം. ഏതായിരിക്കും? സഹസ്രനാമം. അല്ലാണ്ട് ഒരു ദിവസമൊക്കെ രാവിലത്തെ ടിഫിന്ന് പറഞ്ഞേക്കാം. പക്ഷെ എന്നാലും പൊതുവേ നമ്മൾ വേഗമായിട്ട് കഴിക്കാം. മറ്റൊന്നിപ്പോ ഇരുന്നൊക്കെ ജോലിക്കൊക്കെ പോകണമല്ലോ, അതൊന്നും വേണ്ട, വേഗം എന്നിട്ട് പോണ വഴിക്ക് അങ്ങനെയാ തോന്നുക. എന്നുവെച്ചാൽ തന്റെ സാധനാക്രമങ്ങൾ താൻ നിശ്ചയിച്ച് താൻ സ്വീകരിച്ചതിനെ മാറ്റിവെക്കാനുള്ളൊരു മനോഭാവം നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഓർമ്മിച്ചാ മതി, ഇത് ഞാൻ വരിച്ചതാണ്, വ്രതമാണ്. വ്രതം എന്ന് പറഞ്ഞാൽ വരിക്കപ്പെട്ടതാണ്, അത് മാറ്റാൻ പറ്റില്ല എന്ന് ഓർമ്മിച്ചോളാം. അതുകൊണ്ട് സാധനാമാർഗത്തിൽ അപ്രമത്തനായിരിക്കണം. തന്റെ സാധനാമാർഗത്തിൽ അപ്രമത്തനായിരിക്കണം, പ്രമാദം ചെയ്യരുത്. എന്തുകൊണ്ടെന്നാൽ യോഗ പ്രഭവാപ്യയോ, യോഗം ഉദ്ഭവനാശങ്ങളോടുകൂടിയതാണ്. ഒരാൾക്ക് ഇന്ന് ഏകാഗ്രത ഉണ്ടായി എന്നുള്ളത് കൊണ്ട് നാളെ ഏകാഗ്രത ഉണ്ടാകും എന്നർത്ഥമില്ല. എപ്പോ വേണമെങ്കിലും ഇത് നഷ്ടമായി പോകും. ഒരാൾ വിജ്ഞാനദശയിലേക്ക് ഉയർന്നു, അയാൾക്ക് ഇനി ഒന്നും നഷ്ടപ്പെടാനുമില്ല നേടാനുമില്ല. തത്വവിജ്ഞാനിക്ക് ഒന്നും നേടാനുമില്ല നഷ്ടപ്പെടാനുമില്ല. അയാൾ സ്വരൂപനിഷ്ഠനായി കഴിയുകയാണ്. അയാൾക്കൊന്നും ചെയ്യാനുമില്ല, ഒന്നിനെ നിലനിർത്താനുമില്ല, ഒന്നുമില്ല. എപ്പോഴും സ്വരൂപനിഷ്ഠയിലാണ്, എന്ത് പുറമെ ചെയ്താലും എന്ത് ചെയ്തില്ലെങ്കിലും. പക്ഷേ സാധകന് അത് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. വിജ്ഞാനിയുടെ മനസ്സിനൊരിളക്കവും ഇല്ല എന്ന് സാധകൻ പറഞ്ഞിട്ട് പ്രയോജനമില്ല. കാരണം സാധകനിൽ വിവിധ രസരൂപത്തിലെങ്കിലും വൃത്തികളുണ്ട്. രസരൂപത്തിലുള്ള വൃത്തികൾ സാഹചര്യം വരുമ്പോ, ഈ വേനൽക്കാലത്ത് അട്ടകൾ എങ്ങനെയാ കാട്ടിൽ കിടക്കണത് കണ്ടിട്ടില്ലേ? കാണില്ല. കാട്ടില് നല്ല അട്ടകൾ നിറച്ചു അട്ട ഉണ്ടാവും. മഴയായിട്ട് പെയ്ത് കഴിഞ്ഞാൽ നല്ല രസാ കാണാൻ. വലിയ രസമൊന്നും ഉണ്ടാവില്ല, കാരണം ഒരു കാല് നിലത്ത് കുത്തിയിട്ട് പോകണല്ലോ മറ്റേ കാല് പൊന്തിക്കാൻ. പക്ഷെ ഈ കാലിങ്ങനെ പൊക്കണ സമയത്ത് കാണാൻ അങ്ങനെ ആയിരക്കണക്കിന് പൊങ്ങി വരും മണ്ണെന്ന്. നമ്മളിങ്ങനെ കാലിങ്ങനെ നീക്കിയ അതിനനുസരിച്ച് അവർ നീങ്ങും. കാലിങ്ങോട്ടാക്കിയ ഇങ്ങോട്ട് നീങ്ങും. കാരണം അവർക്ക് രക്തത്തിന്റെ ഗന്ധം അത്രയ്ക്ക് അറിയാം അവർക്ക്. പക്ഷെ ഈ സമയം കൊണ്ട് മറ്റേ കാലക്കൂടെ മുകളിൽ കയറിയിട്ടുണ്ടാവും. അപ്പൊ ചോദ്യം, എവരൊക്കെ എവിടെയായിരുന്നു മഴ പെയ്യുന്നതിന് മുമ്പ്? മേഘത്തുനിന്ന് പൊട്ടി വീണതാവും. മേഘത്ത് പൊട്ടി വീണതൊന്നുമല്ല. ഇതൊക്കെ സുപ്താവസ്ഥയിൽ ആദ്യം അവിടെ തന്നെ ഉണ്ടായിരുന്നു. മഴയാണ്ട് പെയ്തു, വെള്ളം കിട്ടി, ഉടനെ ഇവരൊക്കെ എത്ര ലക്ഷക്കണക്കിനുണ്ട്. അയ്യോ, കാട്ടിൽ ബഹുരസാത്. ഇതേപോലെ സാധകനിൽ സുപ്തഭാവത്തിൽ എന്തെല്ലാം വൃത്തിവിശേഷങ്ങളുണ്ട് നമുക്കറിയില്ല. അസൂയ, കാമം, ക്രോധം, അഹങ്കാരം, ഇത് ഏറ്റവും പ്രധാനം മറ്റുള്ളവരുടെ കുറ്റം അന്വേഷിക്കൽ. ഇങ്ങനെ എല്ലാ തരത്തിൽപ്പെട്ട ദോഷങ്ങളും സുപ്താവസ്ഥയിൽ നമ്മുടെ ഉള്ളിലുണ്ട്. ഇത് സന്ദർഭം വരുമ്പോ അങ്ങോട്ട് വലുതാവുകയും ഈ കാമം, ക്രോധമൊക്കെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയും. പക്ഷെ അസൂയൊന്നും പെട്ടെന്ന് തിരിച്ചറിയില്ല. കാരണം അത് അന്ധകരണത്തിന് അടിത്തട്ട് കിടക്കുന്ന വൃത്തികളാണ്. കാമം, ക്രോധമൊക്കെ അന്ധകരണത്തിന് മുകളിൽ കിടക്കുന്ന വൃത്തികളാണ്, പെട്ടെന്ന് തിരിച്ചറിയും. പക്ഷെ അസൂയൊന്നും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല, വളരെ ഉള്ളിൽ കിടക്കുന്നതാണ്. നമുക്ക് തന്നെ അറിയില്ല, പിന്നല്ലേ മറ്റുള്ളവർക്ക്. അപ്പോൾ സുപ്താവസ്ഥയിൽ കിടക്കുന്ന ഇത്തരം വൃത്തിവിശേഷങ്ങൾ ഉള്ളിൽ ഉണ്ടെന്നുള്ളത് കൊണ്ട് വളരെ ജാഗ്രതയായിരിക്കണം. യോഗം പ്രഭവാപ്യയങ്ങളോടുകൂടിയതാണ്. പ്രഭവം, ഉദ്ഭവം, അപ്യയം, നാശം. ഉദ്ഭവനാശങ്ങളോടുകൂടിയതാണ്. ഇന്ന് യോഗം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് നാളെ നിലനിന്നോളണമെന്ന് ഒരർത്ഥവും ഇല്ല. അതുകൊണ്ട് എന്ത് വേണം? സാധകൻ എപ്പോഴും ജാഗ്രതയായിരിക്കണം. എപ്പോഴും ജാഗ്രതയായിരിക്കണം. ആശയം വ്യക്തമാണല്ലോ, ഇല്ലേ? ചിന്തിക്കുക. അപ്പൊ ഇവിടെ ഈ അർത്ഥം പറയുന്നതാണ് കൂടുതൽ പ്രയോജനകരം. ഭവതി എന്നുള്ളതിന് ഭവേതെന്ന് അർത്ഥമെടുക്കുന്നതാണ് യുക്തം. ഇനി ഭവതി എന്ന് പറഞ്ഞാൽ വിരോധമൊന്നുമില്ല. ഈ യോഗസ്ഥിതിയിൽ ഒരു സാധകൻ അപ്രമത്തനായി ഭവിക്കുന്നു. യോഗം ഉദ്ഭവനാശങ്ങളോടുകൂടിയതാണ്. എങ്കിലും ഹി എന്ന ശബ്ദം കൊണ്ട് പരസ്പരം ചേർത്തിരിക്കൊണ്ട്
ഭവതി എന്നുള്ളതിന് ഭവേത് എന്നർത്ഥം പറയുന്നതാണ് നല്ലത്. അപ്രമത്തഃ ഭവേത്, അപ്രമത്തനായി ഭവിക്കൂ, ഒരിക്കലും പ്രമാദം ചെയ്യരുതേ. സദാ ജാഗരൂകനായിട്ട് സാധനാനുഷ്ഠാനം ചെയ്യണം. നേരത്തെ പറഞ്ഞു ഉത്തിഷ്ഠത ജാഗ്രത, ജാഗ്രത ഉണരുക എന്നാണ് പറയണത്. ഉണരുക, അങ്ങനെ വിളിക്കുകയാണ്, ഉണരൂ ഉണരൂ ഉണരൂ. അതുകൊണ്ട് ഏകാഗ്രതയിലൂടെ മനീട്ടെന്ന ഭാവത്തെ പ്രാപിച്ചാൽ മാത്രമേ സൂക്ഷ്മ തത്വജ്ഞാനം സാധിതമാകൂ, അല്ലാതെ സാധിക്കില്ല. മനീട്ടെന്ന ഭാവത്തെ നമ്മളൊക്കെ പരിശ്രമിച്ച് നേടേണ്ടതാണ്. അഭ്യാസത്തിലൂടെ നേടാൻ കഴിയാത്തതൊന്നുമില്ല. അഭ്യാസമാണ് വേണ്ടത്. യോഗം അഭ്യാസത്തിലൂടെ നേടേണ്ടതാണ്. ഭഗവാൻ വളരെ കേമായിട്ടൊക്കെ യോഗത്തെക്കുറിച്ച് ഉപദേശിച്ചു. അപ്പൊ അർജുനൻ ഇതൊക്കെ കേട്ടു. എന്നിട്ട് അർജുനൻ പരാതിപ്പെടണില്ലേ? യോയം യോഗസ്ത്വയാ പ്രോക്ത സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാസ്ഥിതിം സ്ഥിരാം ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാധി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. ദാസ്തുതി. ഭഗവാനെ, നീ ഇപ്പൊ വലിയ കേമമായിട്ടൊക്കെ സമത്വഭാവം, യോഗം, അതിനെക്കുറിച്ചൊക്കെ ഗംഭീരമായിട്ട് ഉപദേശിച്ചു. ഞാനിതൊക്കെ കേൾക്കുകയും ചെയ്തു. പക്ഷേ ഈ യോഗത്തിന്റെ സ്ഥിരമായൊരു സ്ഥിതിയെ ഞാൻ കാണുന്നില്ല. എന്താ കാരണം? ചഞ്ചലത്വാ, മനസ്സിന്റെ ചഞ്ചലത കൊണ്ട്. ഹേ കൃഷ്ണ, ഹി നിശ്ചയമായും മനഃ ചഞ്ചലം, മനസ്സ് ചഞ്ചലമാണ്, ഇളകിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി ഇളകണില്ല, എവിടെയെങ്കിലും ഇരിക്കണു പറഞ്ഞാലോ? ഇരിക്കേണ്ടടുത്താ ഇരിക്കണത്. മനസ്സ് ഇളകണില്ല. വളരെ അടക്കം വന്നു സ്വാമി, എന്റെ മനസ്സിൽ നല്ല ഇരുത്തം വന്നു നമ്മൾ പറയുന്നുണ്ട്. അപ്പോഴാ അടുത്ത ചോദ്യം വരുന്നത്, ഇരിക്കേണ്ടടുത്താണോ ഇരുന്നത്? പണ്ട് മുത്തശ്ശൻ കഥ പറഞ്ഞു കൊടുത്തപ്പോ കുട്ടി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നില്ലേ? മുത്തശ്ശന് വളരെ സന്തോഷം തോന്നി. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുണ്ടോ കുട്ടികൾ? ഇത്ര ഏകാഗ്രതയോടുകൂടി ശ്രദ്ധിച്ചിരിക്കണം മക്കൾ, ഇത്രക്കൊക്കെ ഉണ്ടോ? എന്തു ശ്രദ്ധയാ! സന്തോഷം കൊണ്ട് മുത്തശ്ശൻ കഥ അങ്ങനെ വർണ്ണിച്ച് 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 കേൾപ്പിക്കുക. അപ്പോഴാ കുട്ടി ചോദിക്കണത്, എന്തൊരു നീളാ മുത്തശ്ശന്റെ ചെവിത്തെ രോമത്തിന്. എടാ, ഇത്രയും നേരം നീ നോക്കിക്കൊണ്ടിരുന്നത് ഞാൻ വിചാരിച്ചു നീ ഞാൻ പറഞ്ഞതാ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണതെന്ന്. അപ്പൊ ഇവനെ ഏകാഗ്രതയോടുകൂടി ഇരുന്നതാ. മുത്തശ്ശൻ അങ്ങനെ രാമൻ അയാളുടെ ലങ്കയിലേക്ക് പോയതും രാവണനെ വെല്ലുവിളിച്ചതും യുദ്ധം നടക്കുന്നതും ഒക്കെ അങ്ങനെ വർണ്ണിക്കുക. അപ്പോൾ ഈ സമയത്തൊക്കെ യവനിങ്ങനെ നോക്കിയിരിക്കണ ചെവിത്തെ രോമത്തിലേക്ക്. എന്താ ചെയ്യാ? ഇതാ നമ്മുടെ സ്ഥിതി. തമാശ പറയല്ല, ഇത് തമാശയായിട്ട് പറയണതല്ല, ഇതാണ് നമ്മുടെയൊക്കെ സ്ഥിതി. അതുകൊണ്ട് ശരിക്ക് ഇരുത്തണം മനസ്സിനെ. ചഞ്ചലത്വാത്, സ്ഥിരമായ സ്ഥിതിയെ ഞാൻ കാണുന്നില്ല. ഹേ ഭഗവാനെ കൃഷ്ണ, ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാധി ബലവദൃഢം. മനസ്സ് ചഞ്ചലമാണെന്ന് മാത്രമല്ല, പ്രമഥനശീലമാണ്. കട്ടയാണ് നമ്മളെ തൈര് കടയണത് പോലെ മനസ്സ്. തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. അതിനെ നിയന്ത്രിക്കുക എന്നുള്ളത് കൊടുങ്കാറ്റിനെ, ഇപ്പൊ കൊടുങ്കാറ്റിന് പല ജാതി പേരാട്ടോ, ഒന്നും അറിയില്ലേ എന്താ അത്? എന്തൊക്കെ പേരാ! ദുരിതക്കാത്തൊരു ജാതി, പുതിയ 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 ഓരോ പേരാ. ഓരോ മാസം ഓരോ പേര്. എങ്ങനെയാ ഈ പേരൊക്കെ വരുന്ന അറിയില്ലേ? അപ്പൊ എന്താണോ കൊടുക്കാറ്റ് അത് അത്രേ പറയാൻ പറ്റൂ. എന്തൊക്കെയോ അജാതി കാറ്റിനെ പിടിച്ച് കെട്ടണ പോലത്തെ പണിയാണ് മനസ്സിനെ കെട്ടുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. അസംശയം ഹേ മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം. മനസ്സ് ദുർനിഗ്രഹമാണ്, ചലശീലമാണ്. എന്നാൽ നിശ്ചയമായും യോഗം പ്രാപിക്കാൻ സാധിക്കും. അഭ്യാസേന തു കൗന്തേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ.
ഇത് പതഞ്ജലി പറഞ്ഞത് ഭഗവാൻ കേട്ട് പഠിച്ചിട്ടുണ്ട്. പതഞ്ജലിയിൽ നിന്ന് ഭഗവാൻ പഠിച്ചിട്ടുണ്ട്. പതഞ്ജലിയാണല്ലോ ഭഗവാനേക്കാൾ മുമ്പുള്ളത്, അതിൽ സംശയമൊന്നുമില്ല. എന്താ ശ്രീകൃഷ്ണൻ അധികം പ്രാചീനമൊന്നുമല്ല. ശ്രീകൃഷ്ണൻ 5100 കൊല്ലായിട്ടേ ഉള്ളൂ. ഒരു 51.5 നൂറ്റാണ്ടായിട്ടേ ഉള്ളൂ കൃഷ്ണൻ. അതിനൊക്കെ എത്രയോ മുമ്പാണ് പതഞ്ജലിയുടെ കാലം. പതഞ്ജലി പറഞ്ഞു അഭ്യാസ വൈരാഗ്യാഭ്യാം തന്നിരോധ. അഭ്യാസ വൈരാഗ്യങ്ങളെ കൊണ്ടാണ് അതിനെ നിരോധിക്കാൻ കഴിയുക. ഇതിനെ, മനസ്സിനെ. വേറൊരു വഴിയില്ല. അഭ്യാസ വൈരാഗ്യാഭ്യാം തന്നിരോധ. അപ്പൊ യോഗം പ്രാപിക്കണമെന്നുണ്ടോ? ഇതേ വഴിയുള്ളൂ, അഭ്യാസവും വൈരാഗ്യവും. അഭ്യാസം ആവർത്തിച്ചാവർത്തിച്ചുള്ള പരിശ്രമം. അതാണ് ഭഗവാൻ പറഞ്ഞത് അഭ്യാസേന തു കൗന്തേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. അത് തന്നെയാണ് ആ യോഗസൂത്രം അതേപടി അനുവാദം ചെയ്തിരിക്കുക. അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു. അഭ്യാസം ആവർത്തിച്ചുള്ള പരിശ്രമം, ഉപായപൂർവകമായ പരിശ്രമം. ഗൗഡപാദാചാര്യർ പ്രത്യേകം പറഞ്ഞു തരുന്നുണ്ട്, ഉപായേന നിഗൃഹണീയാത്. ഉപായമില്ലാണ്ട് ആരും നിയന്ത്രിക്കാൻ പോകരുതേ. നമ്മൾ നോക്കൂ, അത്യന്ത പ്രബലനായ ആനയെ നിയന്ത്രിക്കുന്നില്ലേ? ഇല്ലേ? ഉണ്ട്. അത്യന്ത ചപലനായ കുരങ്ങനെ നിയന്ത്രിക്കണില്ലേ? ഉണ്ട്. അത്യന്ത പ്രബലനായ ആനയെയും അത്യന്ത ചപലനായ കുരങ്ങനെയും ഒക്കെ നിയന്ത്രിക്കാൻ മനുഷ്യന് കഴിയുന്നുണ്ട്. ഉപായം കൊണ്ടാണത്. ഉപായം ഇല്ലാച്ചാൽ സാധിക്കില്ല. ഒരു ഉപായം ഇല്ലാണ്ട് ആനയെ നിയന്ത്രിക്കാൻ പോയാൽ എങ്ങനെ ഉണ്ടാവും? മനുഷ്യൻ ആനയെ നിയന്ത്രിക്കുന്നുണ്ട്, ഞാൻ നിന്നെ നിയന്ത്രിക്കാൻ വന്നതെന്ന് പറഞ്ഞാൽ ഉപായം സ്വീകരിക്കണം, എന്നാ സാധിക്കും. ഇതുപോലെ തന്നെയാണ് കുരങ്ങനെ നിയന്ത്രിക്കാൻ പോയാലും. കിട്ടേണ്ടതും പോരും. ആനേന്റെ അടുത്ത് വെച്ചാൽ പോരുകയില്ല, അവിടെ തന്നെ കാര്യം കഴിയും. എന്നാൽ ഉപായം കൊണ്ട് അവരെ രണ്ടുപേരെ നിയന്ത്രിക്കാൻ മനുഷ്യന് കഴിയുന്നുണ്ട്. ഇതുപോലെ മനോനിയന്ത്രണത്തിന് യുക്തങ്ങളായ ഉപായങ്ങളെ സ്വീകരിക്കണം. നാമജപം, മന്ത്രജപം, വ്രതപാലനങ്ങൾ, ആഹാര ക്രമീകരണങ്ങൾ, ശാസ്ത്രശ്രവണങ്ങൾ, വ്രതങ്ങൾ, ഉപവാസങ്ങൾ എന്ന് വേണ്ട എന്തൊക്കെയാണോ ക്ഷേത്ര ദർശനങ്ങൾ, തീർത്ഥയാത്രകൾ, ഗുരുസേവ, നമസ്കാരാദികൾ, ഇന്നതെന്ന് പറയുന്നില്ല. ഏതാണോ യുക്തം അത്, അത്തരം സാധനകളിലൂടെ ഉപായത്തിലൂടെ നിരോധിക്കണം. അപ്പൊ ഉപായപൂർവകമായി ആവർത്തിച്ച് പരിശ്രമിക്കുകയാണ്. പശുക്കളെ വളർത്തുന്നവർക്ക് അറിയും. പശുക്കളെ കയറുകൊണ്ട് കെട്ടിയിട്ട് വളർത്തുന്നു. വളർത്തുന്നവൻ അതാണ് ഇഷ്ടം, പശുവിന് അതല്ല ഇഷ്ടം. അതുകൊണ്ട് തക്കം കിട്ടുമ്പോൾ അത് കയറ് പൊട്ടിച്ച് ഓട്ടും. ഇപ്പോഴത്തെ ഈ സാധനങ്ങൾക്ക് ഓടാനുള്ള ജീവനില്ല കേട്ടോ. അതിൽ നിന്നാണ് നടക്കുകയുള്ളൂ. അതല്ല ശരിക്കുള്ള പശുക്കൾ. നീറ്റ് നടക്കാൻ ജീവനില്ലാത്ത പശുവാണെങ്കിലും കയറ് പൊട്ടിച്ചോടുന്ന ഓട്ടം കാണേണ്ടതാ. നല്ല കുതിച്ചകന കാലൊക്കെ പൊക്കി ചാടി ഇല്ലേ? അത് എന്താ അതിന്റെ ആ ഓട്ടം? ഇനി അതിനെ പിടിച്ചു കെട്ടാൻ എന്താ വഴി? ഒരാൾ പറഞ്ഞു, ഇതോടും ഇഷ്ടം പോലെ, നീ നോക്കി നിന്നാ മതി. അങ്ങനെ നീ നിരീക്ഷിച്ചുകൊണ്ടിരുന്നാൽ യവൻ ഓടി മടുത്തിട്ട് തിരിച്ചു വരും. അത് കെട്ടിക്കോളൂ പറഞ്ഞിട്ട് കഴുത്ത് കാണിച്ചു തരും. ഇത് പ്രസംഗത്തിൽ പറയാന്നല്ലാണ്ട് സാധിക്കാൻ പോണില്ല. അങ്ങനെ സിദ്ധാന്തമുണ്ട്. നീ നിയന്ത്രിക്കാൻ നോക്കണ്ട, മനസ്സിനെ നിയന്ത്രിക്കാൻ നോക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ വെറുതെയാണ്. അവരിഷ്ടം പോലെ മേഞ്ഞോട്ടെ, എത്തില്ലാച്ചാ പോട്ടെ എന്ന് പറയുന്ന പക്ഷക്കാരുണ്ട്. അതങ്ങനെ പോവും, ഇത്രയേ ഉള്ളൂ. വേറൊരു പക്ഷമുണ്ട്, ഓടിച്ചിട്ട് പിടിക്കാന്ന്. ഓടിച്ച് പിടിക്കാം. സാധ്യമല്ല. ഓടി താൻ തളരുന്നല്ലാതെ മനസ്സ് വരാൻ പോണില്ല. ശാസ്ത്രീയമായിട്ട് സ്വീകാര്യമായിട്ട് ഒരു മാർഗമേ ഉള്ളൂ എന്ന് പശുവിനെ വളർത്തുന്നവർക്കറിയാം. നല്ല പച്ചപ്പുല്ലോ പിണ്ണാക്കോ എന്തെങ്കിലും അതിനെ ആകർഷിക്കാൻ ഉപകരിക്കുന്ന ഒരു സാധനമല്ലേ കൊണ്ടുവന്ന് അതിനെ ആകർഷിക്കുക. അങ്ങനെ അത് വല്ലവരും ഇടങ്ങണിട്ട് നോക്കും. നമ്മൾ കെട്ടുന്ന ഭാവയെ കാണിക്കരുത്, കെട്ടുന്ന യാതൊരു സൂചന പോലും കാണിക്കരുത്. അപ്പൊ അത് ഭയമൊക്കെ വെടിഞ്ഞ് പുല്ല് തിന്നാൻ തുടങ്ങും. നമ്മൾ കൊടുത്ത് അപ്പ പിടിച്ചു കെട്ടണം. അതേ വഴിയുള്ളൂ. ഉപായേന നിഗൃഹണീയാത്. ഉപായം കൊണ്ട് ഗ്രഹിച്ചോളണം. ഈ ഉപായങ്ങളാണ് നേരത്തെ പറഞ്ഞതൊക്കെ.
ഇങ്ങനെ ഉപായപൂർവകമായ അഭ്യാസം കൊണ്ട് മനസ്സിനെ ഗ്രഹിക്കാം. വേറൊന്ന് വൈരാഗ്യം. വൈരാഗ്യം ചെയ്യേണ്ടതല്ലല്ലോ. അല്ല, വൈരാഗ്യം ചെയ്യേണ്ടതല്ല, വൈരാഗ്യം ഉണ്ടാവേണ്ടതാ. പിന്നെന്താ വൈരാഗ്യം കൊണ്ടെന്ന് പറഞ്ഞത്? വൈരാഗ്യഹേതുവാകുന്ന വിചാരം കൊണ്ട്. വൈരാഗ്യഹേതുവാകുന്ന വിചാരം കൊണ്ട്. നോക്കൂ, ഏത് വിഷയത്തിലേക്കാണോ നമ്മുടെ മനസ്സ് കുത്തിയൊലിച്ചങ്ങോട്ട് ഒഴുകി പോകുന്നത്, ആ വസ്തുവെക്കുറിച്ച്, വിഷയത്തെക്കുറിച്ച് ഒരല്പം അതിന്റെ സ്വരൂപത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി, അങ്ങോട്ട് പോണ മനസ്സ് ഇങ്ങോട്ട് തന്നെ പോരും. ഇല്ലേ? എന്താ അഭിപ്രായം? സംശയമില്ല. നമ്മുടെ മനസ്സ് ഏത് വിഷയത്തിന് പിന്നാലെയാണോ നെട്ടോട്ടം ഓടുന്നത്, ആ വിഷയത്തിന്റെ സ്വരൂപത്തെ പറ്റി ഒന്ന് ചിന്തിച്ചാൽ മതി. ആണോ പെണ്ണോ എന്തോ ആയിക്കോട്ടെ, ഒരു പെണ്ണാവട്ടെ അല്ലെങ്കിൽ ഒരു ആണാവട്ടെ, രണ്ട് ഏതാ അവനവന്റെ വിപരീത ലിംഗം ചാൽ അതിനെ സങ്കല്പിച്ചോളൂ. ഒരു ലോകസുന്ദരി. അതെ, ലോകത്തിൽ ഏറ്റവും വലിയ സുന്ദരിയാണ് നമ്മൾ കൊണ്ടുവരാൻ പോണത്. ഇന്ത്യയിൽ ഏറ്റവും വലിയ സുന്ദരിയല്ല, ലോകത്തിൽ ഏറ്റവും വലിയ സുന്ദരിയാണ്. ഇവിടെ വന്നു, എന്റെ സുന്ദരി നിന്നെ കണ്ടിട്ട്, അല്ലെങ്കിൽ എന്റെ സുന്ദര നിന്നെ കണ്ടിട്ട് എന്ന് പറയാൻ പുറപ്പെടുക. അപ്പോഴാണ് ശങ്കരാചാര്യര് ഈ സുന്ദരി ഒന്ന് വർണ്ണിച്ചു തരുന്നത്. ലോകസുന്ദരിയാണേ ശ്രദ്ധിക്കണം. എന്താണ് അവളുടെ സ്വരൂപം? ശ്ലേഷ്മോദ്ഗാരി മുഖം. സുന്ദരി നിന്നപ്പോഴാ ഒന്ന് 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 ചുമയ്ക്കണം തോന്നി, ചുമച്ചു. അപ്പൊ പുറത്തേക്ക് വന്നു. എന്താ വന്നത്? കഫം. ശ്ലേഷ്മോദ്ഗാരി മുഖം. സുന്ദരി, ലോകസുന്ദരിയാണേ. കഫം പുറത്തേക്ക് വന്നു. അല്ലെങ്കിൽ സുന്ദരനായിക്കോട്ടെ, വിരോധമില്ല. പിന്നെ അവളുടെ മൂക്ക് എന്തുപോലെയാ? എന്തോ ഒരു പൂവിനെ പോലെയാണല്ലോ മൂക്ക് അവളുടെ. എള്ളും പൂവ്. അത് തന്നെ, എള്ളെന്താന്നറിയില്ല. അപ്പൊ എള്ളും പൂവ് എന്ന് പറയുകയാണെങ്കിൽ നാട്ടുകാർക്ക് എള്ളിനെ കുറിച്ച് അറിയണ്ടേ? ആരാപ്പ എള്ളിനെ കണ്ടിട്ടുള്ള ഒരു പുതിയ ടൗണിലൊക്കെ ഉള്ളവര്. ശരി, ഇരിക്കട്ടെ. എള്ളും പൂ പോലുള്ള മൂക്കാണ്. എവള് കൊന്നിട്ട് പിഴിഞ്ഞു. ലോകസുന്ദരി. സ്രവൻ മലവതീ നാസ. മലമാണ് പുറത്തേക്ക് വരുന്നത്. പിന്നെ കണ്ണെന്താണ്? താമരയുടെ ദളം പോലുള്ള കണ്ണാണ് ലോകസുന്ദരിയുള്ളത്. അതാണ് പറഞ്ഞത് അശ്രുമല്ലോചനം. കണ്ണുനീര് നിറഞ്ഞതാണ് കണ്ണ്. പിന്നെ ശരീരം. എന്തൊക്കെയാ ശരീരത്തെക്കുറിച്ച് വർണ്ണിക്കണം? ഇപ്പൊ വർണ്ണിക്കാൻ പറ്റില്ല. അപ്പൊ പറയാണ് സ്വേദസ്രാവി. പുറത്തേക്ക് വിയർപ്പിനെ ഒഴുക്കുന്നതും പുറത്തേക്ക്. അകത്തോ മലാഭിപൂർണം. മലം നിറച്ചു വെച്ചിരിക്കുന്നതും. സുന്ദരിയുടെ ശരീരത്തിനുള്ളിൽ എന്തൊക്കെയാണുള്ള? മാംസം, രക്തം, മജ്ജ, അസ്ഥി, മലം, മൂത്രം, കഫം, ഇതൊക്കെയാ അപ്പൊ നിറച്ചു. പിത്തം, ഇതൊക്കെയാ നിറച്ചു വെച്ചിട്ടുള്ള സുന്ദരിയുടെ ഉള്ളിൽ, അല്ലേ? സംശയമില്ല, ഇതന്നെയാണ്. മലാഭിപൂർണം. മലം കൊണ്ട് നിറച്ചു വെച്ചത്. അഭിദഹ. രണ്ട് പ്രകാരത്തിലും, അകത്തും പുറത്തും. പുറത്തും അകത്തും. ദുർഗന്ധദുഷ്ടം വപു. ദുർഗന്ധം കൊണ്ട് ദുഷിച്ചതാണ് ശരീരം. പോരെ? ഭാഷ്യകാരൻ പറയാണ് അന്യത് വക്തും അശക്യമേവ. ഇനിയും കുറെ ഉണ്ട്, അത് പറയാൻ പറ്റില്ല. അന്യത് വക്തും അശക്യമേവ. പറയാൻ സാധിക്കില്ല ഇനിയുള്ളതൊന്നും. അത്ര അപകട. അപ്പൊ അതെന്തായിരിക്കും? മനസാ മന്തും കൊച്ചിന്നാർഹതി. മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പോലും കൊള്ളില്ല ഇനി അങ്ങോട്ടുള്ളതൊന്നും. സ്ത്രീ രൂപം. ഇത് തന്റെ പുരുഷ ശിഷ്യനോട് ഉപദേശിക്കുന്നത് കൊണ്ടാണ്. തന്റെ സ്ത്രീ ശിഷ്യയോടാണ് ഉപദേശിക്കുന്നതെങ്കിൽ പും രൂപം. അത് സംശയമില്ല. അല്ലാണ്ട് സ്ത്രീ വിരോധിയായിട്ടൊന്നും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. സ്ത്രീയോട് പറയുമ്പോൾ പുരുഷൻ, പുരുഷനോട് പറയുമ്പോ സ്ത്രീ. അപ്പൊ സ്ത്രീ രൂപം അഥവാ പും രൂപം. കഥമീദൃശം സുമനസാം പാത്രീ ഭവേ നേത്രയോ. ഇങ്ങനെയുള്ള സ്ത്രീരൂപം എങ്ങനെയാണ് ബുദ്ധിയുള്ളവരുടെ കണ്ണുകൾക്ക് വിഷയമാകുന്നത്? ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ രണ്ട് കണ്ണും എല്ലാം പോകുകയായി. അതെ, ഇതാ സ്ഥിതി. ചിന്തിക്കുക. അപ്പോ ഇതൊന്നങ്ങോട്ട് വിചാരിച്ചു കഴിഞ്ഞപ്പോ ലോകസുന്ദരി എന്തായി? ഇനിയിപ്പോ അതിന്റെ പിന്നാലെ പോണില്ല. ഇനി സുന്ദരനാണിച്ചാലും അതിന്റെ പിന്നാലെ പോണില്ല. ശരി, നീ നിനക്ക് നിന്റെ പാട്, എനിക്ക് എന്റെ പാട്. നല്ലത് തന്നെ, ഒക്കെ നല്ലത് തന്നെ. പിന്നെന്താ നമ്മളെ ആകർഷിച്ച് മതിക്കുന്നത്? പണമാവട്ടെ. പണം അത്യാവശ്യമാണ്. ലോകത്തിൽ ജീവിക്കാൻ പണം വേണം. വ്യവഹാരസിദ്ധിക്ക് പണം വേണം. വ്യവഹാരസിദ്ധി കവിഞ്ഞു പണം വേണോ?
എന്ത് വ്യവഹാരം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ചെയ്യുന്ന വ്യവഹാരങ്ങളുടെ സിദ്ധിക്ക് പണം വേണം, തീർച്ചയായിട്ടും വേണം. ഇല്ലാണ്ട് ഒരു കാര്യവും നടക്കാൻ പോണില്ല. എന്നാൽ അതിൽ കവിഞ്ഞ പണത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരു മകനെ പോലും പേടി. പുത്രാദപി ധനഭാജാം ഭീതിഹി. മകനെ പോലും പേടിയാണ്. എന്റെ വീട്ടിൽ അങ്ങനെയൊന്നും ഇല്ല സ്വാമി, സർവത്രൈഷാ വിഹിതാ രീതിഹി. ഇതെല്ലായിടത്തുള്ള രീതിയാണ്. രാവിലെ 4 ആൾക്കാർ വീട്ടിലേക്ക് കാണാൻ വരിക. അവർ നമ്മുടെ ക്ഷേമാന്വേഷണത്തിന് വരിക. പക്ഷെ മനസ്സിന് ഒരു സംശയം, ഒരു പിരിവിന് വരികയാണോ? അതെ അതെ തോന്നും. അവർ നമ്മളെ ക്ഷേമം അന്വേഷിക്കാൻ വരിക. പക്ഷെ നമുക്ക് തോന്നിപ്പോവാണ് അവർ പിരിവിന് വരികയാണോ ഭഗവാനെ? തോന്നിപ്പോകുന്നു. സ്വസ്ഥതയില്ല. ഇതാ സ്ഥിതി. ഇനി പേരായാലും പ്രസിദ്ധിയായാലും ഒക്കെ പ്രശ്നം തന്നെയാ. പേരും പ്രസിദ്ധിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു തരക്കേടില്ല. പക്ഷെ വേറൊരാൾ എന്റെ പ്രസിദ്ധിയുടെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്ക് തന്നെ വേവലാതി തുടങ്ങി. ഇന്ദ്രന് ദേവലോകത്ത് ഇരിക്കപ്പുറതിയില്ല, വേറെ ആരെങ്കിലും തപസ് ചെയ്യുമ്പോഴത്തേക്ക് എന്നൊക്കെ പറഞ്ഞു തന്ന വെറുതെ അല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഇങ്ങനെ ഏത് വിഷയമാണോ നമ്മുടെ മനസ്സിനെ ആകർഷിച്ചു മതിക്കുന്നത് അതിന്റെ നിസാരതയെക്കുറിച്ച് നല്ലതുപോലെ വിചാരം ചെയ്താൽ അതാകുന്നു വൈരാഗ്യഹേതു. അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. ഇങ്ങനെ അഭ്യാസ വൈരാഗ്യങ്ങളെ കൊണ്ട് അപ്രമത്തനായി നീ യോഗസാധനയിൽ മുന്നോട്ടു പോയി മനീട്ടായിരിക്കുന്ന ബുദ്ധിയെ നേടിയാൽ നിനക്ക് ഈ പരമസത്യത്തെ ദർശിക്കാം. ഇതാണ് ഈ ഭാഗത്ത് പറയുന്നത്. തുടർന്ന് നമുക്ക് നാളെ കൃത്യസമയത്തിന് ആലോചിക്കാം.